Good morning, dear students. Good morning. Let us breakfast കഴിച്ചോ? Okay. എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഇനി നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? പഠിക്കാം. എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ടെക്സ്റ്റിലെ യൂണിറ്റ് ഫസ്റ്റ് അതായത് ജോഗ്രഫി പാർട്ടിലെ 5th ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ എർത്ത് കോൺസിസ്റ്റൻസ്. എന്താണ് ദ എർത്ത് കോൺസിസ്റ്റൻസ്? അപ്പം നമ്മൾ ഭൂമിയുടെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ പേജ് നമ്പർ എത്രയാണെന്ന് അറിയാമോ? പേജ് നമ്പർ 35 എടുത്ത എല്ലാവരും എടുത്തോ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നോക്കിക്കേ. You know that the earth is the only planet where conditions are suitable for the existence of life. നമുക്കറിയാമല്ലേ, നമ്മുടെ ഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ജീവന്റെ നിലനിൽപ്പിന് സാധ്യമാവുന്ന അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ പറ്റുന്ന ഒരു ഗ്രഹമാണ് ഏത്? എർത്ത് എന്ന് നമുക്കറിയാം, ഭൂമി എന്ന് നമുക്ക് അറിയാം. This is mainly due to the presence of land, water and air on the earth. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇങ്ങനെ ജീവൻ നിലനിൽക്കാനുള്ള അടിസ്ഥാന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഭൂമിയിലുള്ള ലാൻഡ് ആയാലും വാട്ടർ ആയാലും എയർ ആയാലും ഈ കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഭൂമിയിൽ ഇങ്ങനെ ജീവന നിലനിൽപ്പിന് സാധ്യതയുള്ളത്. In this chapter, you will learn a little more about these 3 essential things which have made life possible on our planet. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ എർത്തിനെ കുറിച്ചില്ലേ, എർത്തിലെ ലാൻഡിനെ കുറിച്ചും വാട്ടറിനെ കുറിച്ചും എയറിനെ കുറിച്ചും കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അതായത് ജീവന്റെ നിലനിൽപ്പിന് കാരണക്കാരായ ലാൻഡിനെയും വാട്ടറിനെയും എയറിനെയും കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോവുകയാണ്. The earth can be divided into 3 zones or spheres. അപ്പോൾ നമ്മൾ എന്താണ് എർത്തിനെ ഭൂമിയെ നമ്മൾ മൂന്നായിട്ട് അല്ലേ, 3 ഗോളങ്ങൾ അല്ലെങ്കിൽ 3 സോൺസ് മേഖലകളായിട്ട് നമ്മൾ ഭൂമിയെ ഡിവൈഡ് ചെയ്യുന്നു. ഏതൊക്കെയാണ് നോക്കിക്കേ. These are known as the lithosphere, hydrosphere and atmosphere. ഏതൊക്കെയാണ് 3 സോൺസ് അല്ലെങ്കിൽ 3 സ്ഫിയർ ഏതൊക്കെയാണ്? ഒന്ന് ലിത്തോസ്ഫിയർ, LITHO ലിത്തോസ്ഫിയർ, SPHER ലിത്തോസ്ഫിയർ. സെക്കൻഡ് ഏതാണ്? ഹൈഡ്രോസ്ഫിയർ, HYDRO SPHER ഹൈഡ്രോസ്ഫിയർ. ആൻഡ് തേർഡ് atmosphere. ഏതൊക്കെയാണ്? ലിത്തോസ്ഫിയർ, ഹൈഡ്രോസ്ഫിയർ, അറ്റ്മോസ്ഫിയർ. ഇപ്പൊ ലിത്തോസ്ഫിയറിലെ മീനിങ് എന്താ? ലിത്തോസ്ഫിയർ എന്ന് വെച്ചാൽ ലാൻഡ്, ഹൈഡ്രോസ്ഫിയർ എന്ന് വെച്ചാൽ വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ എന്ന് വെച്ചാൽ എയർ. ഇപ്പൊ എന്തൊക്കെയാണ്? ലിത്തോസ്ഫിയർ ലാൻഡ്, ഹൈഡ്രോസ്ഫിയർ വാട്ടർ ആൻഡ് അറ്റ്മോസ്ഫിയർ എയർ. അപ്പോൾ ലാൻഡ്, വാട്ടർ, എയർ നമ്മുടെ ഭൂമിയെ 3 മേഖലകളായിട്ട് അല്ലെങ്കിൽ 3 ഗോളങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ലാൻഡ്, ഹൈഡ്രോസ്ഫിയർ അല്ലെങ്കിൽ വാട്ടർ, അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ എയർ. നമ്മൾ the earth can be divided into 3 zones or spheres: lithosphere, hydrosphere, atmosphere. ഇത്രയും ക്ലിയർ ആയില്ലേ? ഇനി എന്താണ് ലിത്തോസ്ഫിയർ? ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത് എന്താണ് ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ land. The uppermost solid layer of the earth formed of rocks and soils is known as the lithosphere. എന്താണ്? നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലെ ഖരപാളിയിലെ സോളിഡ് ലെയർ ആണ് ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഖരപാളി. അതെങ്ങനെയാണ്? എന്തൊക്കെ ചേർന്ന? റോക്സ് ആൻഡ് സോയിൽ, അതായത് പാറയും മണലും ചേർന്ന് രൂപപ്പെട്ട നമ്മുടെ ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ഖരപാളിയെയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. എന്താ ലിത്തോസ്ഫിയർ? ദ അപ്പർമോസ്റ്റ് സോളിഡ് ലെയർ ഓഫ് ദ എർത്ത്, അതായത് ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള ഖരപാളി, പാറകളും മണ്ണും ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ ഖരപാളിയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. ദ അപ്പർമോസ്റ്റ് സോളിഡ് ലെയർ ഓഫ് ദ എർത്ത് formed of rocks and soils is known as the lithosphere. ഭൂമിയുടെ ഏറ്റവും മുകളിലുള്ള അല്ലേ, പാറകളും മണലും ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഭൂമിയുടെ ഏറ്റവും മുകളിലെ ഖരപാളിയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, അടുത്ത നോക്കിക്കേ. ഇറ്റ്സ് ടോപ്പ് ലെയർ ഈസ് കാൾഡ് ക്രസ്റ്റ്. അപ്പൊ അതിന്റെ ടോപ്പ് ലെയറിനെ അല്ലേ, മുകളിലുള്ള പാളിയെ നമ്മൾ എന്ത് വിളിക്കുന്നു? ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ പുറന്തോട്, ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. ഇറ്റ്സ് ടോപ്പ് ലെയർ ഈസ് കാൾഡ് ദ ക്രസ്റ്റ്. അതിന്റെ പുറം പാളിയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? മുകളിലുള്ള പാളിയെ നമ്മൾ ക്രസ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ലിത്തോസ്ഫിയറിന്റെ അല്ലേ ആ മുകളിലുള്ള പാളിയെ നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിക്കുന്നു. Out of the total area of the lithosphere, about 71% is covered by water. എന്താണ്? ലിത്തോസ്ഫിയറിന്റെ ടോട്ടൽ ഏരിയയുടെ 71% എന്താണ്? ജലം കവർ ചെയ്തേക്കുന്നത് എന്താ?
ജലത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്നു അല്ലെങ്കിൽ മൂടപ്പെട്ടിരിക്കുന്നു. The remaining 29 is above the surface of water in the forms of land masses. എന്താണ് ബാക്കിയുള്ള 29% നമ്മുടെ എന്താണ് സർഫസ് ഓഫ് വാട്ടർ ഇൻ ദ ഫോം ഓഫ് ലാൻഡ് മാസസ്, അതായത് വാട്ടറിന്റെ ആ ഒരു സർഫസ് ലാൻഡ് മാസസിലുള്ള എന്താണ് നമ്മുടെ ആ ഒരു വാട്ടറിന്റെ സർഫസസ് ആണ് ബാക്കി 29%. The vast areas of water surrounding the land masses on the earth are called oceans. ഇപ്പൊ എന്താണ് ഭൂമിയിലെ കരകളെ ചുറ്റിപ്പറ്റിയുള്ള ജലത്തിന്റെ വിശാലമായ പ്രദേശങ്ങളാണ് നമ്മൾ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ സമുദ്രങ്ങൾ എന്ന് വെച്ചാൽ എന്താണ് നോക്കിക്കേ, the vast areas of water എന്താണ് the vast areas of water surrounding the land masses on the earth are called oceans. ഭൂമിയിലെ കരകളെ ചുറ്റിപ്പറ്റിയുള്ള ജലത്തിന്റെ വിശാലമായ പ്രദേശങ്ങൾ, ഭൂമിയിലെ കരപ്രദേശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ജലത്തിന്റെ ആ ഒരു വിശാലമായ പ്രദേശങ്ങളാണ് നമ്മൾ സമുദ്രങ്ങൾ ഓഷ്യൻ എന്ന് വിളിക്കുന്നത്. അടുത്ത നോക്കിക്കേ, since all oceans are interconnected, the level of water remain the same everywhere. അല്ലേ, എല്ലാ ഓഷ്യൻസും പരസ്പരം ഇന്റർകണക്ട് ചെയ്തേക്കുക, പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജലനിരപ്പ് എല്ലായിടത്തും ഒരുപോലെ തന്നെ തുടരുന്നു. ഇപ്പൊ എന്താ ടീച്ചർ പറഞ്ഞത്, നമ്മൾ ലിത്തോസ്ഫിയർ എന്താണെന്നാണ് പഠിക്കുന്നത്. അപ്പൊ ലിത്തോസ്ഫിയർ വെച്ചാൽ എന്തോ നമ്മൾ പറഞ്ഞത്, the uppermost solid layer of the earth formed of rocks and soils is known as lithosphere. അതായത് പാറകളാലും മണലും ചേർന്ന് രൂപം കൊണ്ടിട്ടുള്ള ഭൂമിയുടെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് നമ്മൾ ലിത്തോസ്ഫിയർ, ഖരപാളിയാണ് നമ്മൾ ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് ഇറ്റ്സ് ടോപ്പ് ലെയർ ഈസ് കാൾഡ് ദ ക്രസ്റ്റ്. അതിന്റെ ടോപ്പ് ലെയറിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് വിളിച്ചത്. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ലിത്തോസ്ഫിയറിന്റെ ടോട്ടൽ ഏരിയയിലെ 71% ജലത്താൽ മൂടപ്പെട്ടതാണ്. ബാക്കി 29% എബോവ് ദ സർഫസ് ഓഫ് വാട്ടർ, ജലത്തിന്റെ ഉപരിതലത്തിന്റെ മുകളിലെ ലാൻഡ് മാസസ് ഫോമിൽ കാണപ്പെടുന്നു. ദ വാസ്റ്റ് ഏരിയാസ് ഓഫ് വാട്ടർ surroundings the land masses on the earth are called oceans. എന്താണ് ഭൂമിയിലെ കരപ്രദേശങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ജലത്തിന്റെ വിശാലമായ പ്രദേശങ്ങളാണ് നമ്മൾ സമുദ്രങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പൊ എല്ലാ സമുദ്രങ്ങളും പരസ്പരം ഇന്റർകണക്ട് ചെയ്തിരിക്കുന്നതിലെ ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ ജലനിരപ്പ് എല്ലായിടത്തും ഒരുപോലെ തന്നെ തുടരുന്നു. അടുത്ത നോക്കിക്കേ, this level of water is called the sea level. അപ്പൊ ഈ ഒരു ജലനിരപ്പിനെയാണ് നമ്മൾ സമുദ്രനിരപ്പ് എന്ന് പറയുന്നത്. എല്ലായിടത്തും ഒരുപോലെ തുടരുന്ന ഈ ഒരു ജലനിരപ്പിനെ this level of water is called sea level. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, sea level. സമുദ്ര നിരപ്പ് എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് sea level. The height or depth of any point on the lithosphere is measured with the reference to this level. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഏതൊരു പോയിന്റിലെ ലിത്തോസ്ഫിയറിന്റെ ഏതൊരു പോയിന്റിന്റെ ഹൈറ്റും ഡെപ്തും എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു ലെവലിനെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ടാണ്. എന്താണ് ലിത്തോസ്ഫിയറിന്റെ ഹൈറ്റും ഡെപ്തും എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നത് ഈ ഒരു സീ ലെവൽ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിനെ റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ടാണ് നമ്മൾ ലിത്തോസ്ഫിയറിന്റെ ഹൈറ്റും ഡെപ്തും എല്ലാം മെഷർ ചെയ്യുന്നത്. For example, the Everest, which is the highest point on lithosphere, is 8,848 meters above sea level. അപ്പോൾ എന്താണ് എവറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് പോയിന്റ് ആണ്, ലിത്തോസ്ഫിയറിൽ നിന്ന് ഹയസ്റ്റ് പോയിന്റ് ആണ്. എത്രയാണ് 8,848 മീറ്റർ above sea level ആണ്. അതിന്റെ ഹൈറ്റ് നമ്മൾ മെഷർ ചെയ്തത് എങ്ങനെയാണ്, sea level റെഫറൻസ് പോയിന്റ് ആക്കി എടുത്തിട്ടാണ്. On the other hand, the deepest point on the lithosphere is found in the Mariana Trench in the Pacific Ocean. ഈ ലിത്തോസ്ഫിയറിലെ ഏറ്റവും ഡെപ്ത് ആഴമേറിയ സ്ഥലം ഏതാണ്, നമ്മുടെ പസഫിക് ഓഷ്യനിലെ മറീന ട്രെഞ്ച് ആണ്. ഇറ്റ് ഈസ് 11,334 meters below sea level. അപ്പൊ അതെന്താണ് സീ ലെവലിൽ നിന്ന് ഇത്രയും മീറ്റർ താഴെയാണ്, ബിലോ സീ ലെവൽ ആണ്. അതിന്റെ ആഴം നമ്മൾ അളന്നത് എന്ത് വെച്ചിട്ടാണ്, മിശ്രയത് എന്ത് വെച്ചിട്ടാണ്, സീ ലെവല് റെഫറൻസ് പോയിന്റ് ആക്കി വെച്ചിട്ടാണ്. അപ്പൊ ലിത്തോസ്ഫിയറിന്റെ ഡെപ്ത് ആയാലും ഹൈറ്റ് ആയാലും ഒക്കെ മെഷർ ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന റെഫറൻസ് പോയിന്റ് ഏതാ, ഈ സീ ലെവൽ ആയിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ് കോണ്ടിനെന്റ്സ്. എന്താണ് കോണ്ടിനെന്റ്സ്? നമ്മൾ നോക്കുന്നത് എന്താണ് കോണ്ടിനെന്റ്സ്, ഭൂഖണ്ഡങ്ങൾ എന്താണെന്ന് നോക്കാണ് കോണ്ടിനെന്റ്സ്. ഓക്കെ, എന്താ നോക്കാം, ശ്രദ്ധിച്ചേ. The large continuous masses of land above the sea level are called continents. എന്താണ് the large continuous masses of land above the sea level are called continents. എന്താണ് സമുദ്രനിരപ്പിന് മുകളിലുള്ള വലിയ തുടർച്ചയായ ഭൂമിയാണ് നമ്മൾ ഭൂഖണ്ഡങ്ങൾ എന്ന് വിളിക്കുന്നത്. എന്താണ് സമുദ്രനിരപ്പിന് മുകളിലുള്ള വലിയ തുടർച്ചയായ ഭൂമിയാണ് നമ്മൾ കോണ്ടിനെന്റ്സ് അല്ലെങ്കിൽ ഭൂഖണ്ഡങ്ങൾ എന്ന്
വിളിക്കുന്നത്. There are 7 major continents. 7 major continents ഭൂഖണ്ഡങ്ങളാണ് നമുക്കുള്ളത്. These are Asia, Europe, Africa, North America, South America, Australia and Antarctica. ഏതൊക്കെയാണ് മേജർ കോണ്ടിനെന്റ്സ്? 7 മേജർ കോണ്ടിനെന്റ്സ് ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ ആൻഡ് അന്റാർട്ടിക്ക. Okay. Now look at the map of the world in figure 5.2. You will notice that the greater part of the land masses is in the northern hemisphere. Therefore, this hemisphere is often called the land hemisphere. അപ്പോൾ നമുക്ക് നമ്മുടെ 5.2ൽ ഒരു കോണ്ടിനെന്റ് ആൻഡ് ഓഷൻ എന്ന് പറഞ്ഞ ഒരു മാപ്പ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ലാർജ് എന്താണ് പാർട്ട് ഓഫ് ലാൻഡ് മാസസ്, ഗ്രേറ്റ് പാർട്ട് ഓഫ് ലാൻഡ് മാസസ് ഭൂപ്രദേശങ്ങളും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്, വടക്കൻ അർദ്ധഗോളത്തിലാണ് അല്ലേ. മേജർ പാർട്ട് ഓഫ് ദ ലാൻഡ് മാസസും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ, വടക്കൻ അർദ്ധഗോളത്തിലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ അർദ്ധഗോളത്തെ ഹെമിസ്ഫിയറിനെ എന്തെന്ന് വിളിക്കുന്നു? ലാൻഡ് ഹെമിസ്ഫിയർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അടുത്ത് നോക്കിക്കേ. അതിൽ നമ്മൾ ഇനി ഓരോ കോണ്ടിനെന്റ്സിനെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് ഏഷ്യ. ഏത് കോണ്ടിനെന്റിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്? ഏഷ്യയെ കുറിച്ച് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഏഷ്യ, ദിസ് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ് അല്ലേ. ലോകത്തിലെ ഏറ്റവും വലിയ കോണ്ടിനെന്റ് ഭൂഖണ്ഡമാണ് ഏഷ്യ എന്ന് പറയുന്നത്. പിന്നെന്താ? A little less than 1/3 of the Earth total land area lies in this continent. അല്ലേ, ഭൂമിയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/3 അല്പം കുറവ് ഈ ഭൂഖണ്ഡത്തിലാണ്. പിന്നെന്താണ്? This vast land masses lies in eastern hemisphere and most of it in the northern hemisphere as well. അപ്പോൾ എന്താണ് ഇതിലെ വലിയ ഭൂപ്രദേശം, ഈ ഏഷ്യയിലെ വലിയ ഭൂപ്രദേശവും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ്. പിന്നെ കുറച്ച് ഭാഗം നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. Together with the continent of Europe, it forms what is known as യുറേഷ്യ. അപ്പൊ നമ്മുടെ യൂറോപ്പുമായിട്ട് ചേർന്നിട്ട് ഇത് എന്ത് ഫോം ചെയ്യുന്നു? യുറേഷ്യ എന്ന് പറയുന്ന അല്ലേ ഒരു സ്ഥലം ഫോം ചെയ്യുന്നുണ്ട്. അതായത് ടുഗദർ വിത്ത് ദ കോണ്ടിനെന്റ് ഓഫ് യൂറോപ്പ്, യൂറോപ്പ് എന്ന് പറയുന്ന ഭൂഖണ്ഡവുമായിട്ട് ചേർന്നിട്ട് ഇറ്റ് ഫോംസ് യുറേഷ്യ. ഇത് എന്ത് ഫോം ചെയ്യുന്നു? യുറേഷ്യ ഫോം ചെയ്യുന്നുണ്ട്. EURASIA, അതായത് യൂറോപ്പും ഏഷ്യയും കൂടെ ചേർന്നിട്ട് യുറേഷ്യ എന്ന് പറയുന്നത് ഫോം ചെയ്യുന്നുണ്ട്. Okay, അടുത്ത നോക്കിക്കേ. ഏഷ്യ is separated from Europe by the Ural Mountains, the Caspian Sea and the Black Sea. അപ്പം ഏഷ്യയിലെ യൂറോപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തത് എന്തൊക്കെയാണ്? യൂറൽ മൗണ്ടൻസ്, യൂറൽ പർവ്വതനിരകൾ, അതുപോലെ തന്നെ കാസ്പിയൻ സീ, ബ്ലാക്ക് സീ, ഇതെല്ലാം നമ്മുടെ ഏഷ്യയും യൂറോപ്പിലും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു, വേർതിരിക്കുന്നതാണ്. ഇറ്റ് ഈസ് ബൗണ്ടഡ് ബൈ ഓഷ്യൻസ് ഓൺ 3 sides. The Arctic Ocean to the north, the Indian Ocean to the south and the Pacific Ocean to the east. അപ്പോൾ ഇതിന്റെ എല്ലാ ഭാഗങ്ങളിലും അല്ലേ it is bounded by oceans on 3 sides. 3 sides എന്താണ്? ഓഷ്യൻസ്, സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ്. ഏതൊക്കെ സമുദ്രങ്ങളാണ്? The Arctic Ocean to the north, നോർത്തിലെ Arctic Ocean, the Indian Ocean to the south, സൗത്തിലെ the Indian Ocean and the Pacific Ocean to the east, ഈസ്റ്റിലെ എന്ത്? Pacific Ocean. Asia has the 2 most populous countries of the world, China and India. അപ്പോൾ എന്താണ്? ലോകത്തിലെ ജനസംഖ്യ അല്ലേ, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 2 രാജ്യങ്ങൾ നമ്മുടെ ഏഷ്യയിലാണ്. ഏതൊക്കെയാണ്? ചൈനയും ഇന്ത്യയും. അപ്പോൾ ഏഷ്യയെ കുറിച്ച് നമ്മൾ എന്തെല്ലാം പഠിച്ചു? ഏഷ്യ എന്ന് പറഞ്ഞാൽ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ്, വേൾഡിലെ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. അതുപോലെ എന്താണ് ഇവിടുത്തെ നമ്മൾ എന്ത് പറഞ്ഞു? അതായത് വാസ്റ്റ് ലാൻഡ് മാസസ് ലൈസ് ഇൻ ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് വലിയ ഭൂപ്രദേശം ഉള്ളത്, എങ്കിലും നോർത്തേൺ ഹെമിസ്ഫിയറിലും ഇത് സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെന്ത് പറഞ്ഞു? നമ്മൾ ഏഷ്യയും യൂറോപ്പും കൂടെ ചേർന്നിട്ട് യുറേഷ്യ ഫോം ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഏഷ്യയെ സെപ്പറേറ്റ്, യൂറോപ്പിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് എന്തൊക്കെയാണ്? യൂറൽ മൗണ്ടൻസ്, കാസ്പിയൻ സീ, ബ്ലാക്ക് സീ. പിന്നെ 3 സൈഡിലും സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് പറഞ്ഞു. ഏതൊക്കെ സമുദ്രങ്ങളാ? ആർട്ടിക് ഓഷ്യൻ ടു ദ നോർത്ത്, ഇന്ത്യൻ ഓഷ്യൻ ടു ദ സൗത്ത്, പസഫിക് ഓഷ്യൻ ടു ദ ഈസ്റ്റ്. പിന്നെ നമ്മളെന്ത് പറഞ്ഞു? അതായത് ലോകത്തിലെ ഏറ്റവും ജനസംഖ്യ കൂടിയ 2 രാജ്യങ്ങൾ നമ്മുടെ ഏഷ്യയിലാണ്. ഏതൊക്കെയാണ്? ഇന്ത്യയും ചൈനയും. ഏഷ്യയെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി നമുക്ക് അടുത്ത ഭൂഖണ്ഡത്തിലോട്ട് പോവാം. ഏതാണ് അടുത്ത കോണ്ടിനെന്റ്? ആഫ്രിക്ക. ഏതാണ്? ആഫ്രിക്ക. ഓക്കെ, ആഫ്രിക്കയെ കുറിച്ച് പഠിക്കാം.
ശ്രദ്ധിച്ചേ, ദിസ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ് അല്ലേ, ലോകത്തിലെ രണ്ടാമത്തെ അല്ലേ വലിയ നമ്മുടെ കോണ്ടിനെന്റ് ആണ് ആഫ്രിക്ക എന്ന് പറയുന്നത്. ദ ഇക്വേറ്റർ പാസസ് ത്രൂ ഓൾമോസ്റ്റ് ദ മിഡിൽ ഓഫ് ദ കോണ്ടിനെന്റ്. അപ്പൊ ഈ കോണ്ടിനെന്റ് ഈ ഭൂഖണ്ഡത്തിന്റെ അല്ലേ മിഡിലൂടെയാണ്, ഏകദേശം മിഡിലൂടെയാണ് നമ്മുടെ ഇക്വേറ്റർ ഭൂമധ്യരേഖ പാസ് ചെയ്യുന്നത്, കടന്നു പോകുന്നത്. However, a large part of Africa lies to the north of the equator. അതുകൊണ്ട് തന്നെ ആഫ്രിക്കയുടെ ലാർജ് പാർട്ട് എവിടെയാണ്? ഇക്വേറ്ററിന്റെ നോർത്തിലാണ്, വടക്കൻ ഭൂമധ്യരേഖയിലാണ് നമ്മുടെ ആഫ്രിക്കയുടെ ലാർജ് പാർട്ടും സ്ഥിതി ചെയ്യുന്നത്. Both the Tropic of Cancer and the Tropic of Capricorn also passes through Africa. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഏതൊക്കെയാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും നമ്മുടെ ഈ ഒരു ആഫ്രിക്കയിലൂടെയാണ് പാസ് ചെയ്തു പോകുന്നത്. ആഫ്രിക്ക ഈസ് ബൗണ്ടഡ് ഓൾമോസ്റ്റ് ഓൺ ഓൾ സൈഡ്സ് ബൈ ഓഷ്യൻ ആൻഡ് സീ. ആഫ്രിക്കയും എല്ലാ സൈഡും നമ്മുടെ ഓഷ്യൻ കടലാലും സമുദ്രമാലും ചുറ്റപ്പെട്ടതാണ്. Africa has the world longest river, the Nile, and the world largest hot desert, the Sahara. Important African countries include Egypt, South Africa and Zimbabwe. അപ്പം നമ്മുടെ മിക്കവാറും എല്ലാ വശങ്ങളിലും സമുദ്രങ്ങളിലും കടലുകളാലും ചുറ്റപ്പെട്ടതാണ് നമ്മുടെ ആഫ്രിക്ക. ആഫ്രിക്കയിലാണ് എന്ത്? ഹാസ് വേൾഡ്, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ നദി നമ്മുടെ ആഫ്രിക്കയിലാണ്. അതുപോലെ തന്നെ വേൾഡ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് അല്ലേ, ചൂടുകൂടിയ മരുഭൂമി ഡെസേർട്ട് അല്ലേ, മരുഭൂമി സഹാറ എവിടെയാണ്? നമ്മുടെ ആഫ്രിക്കയിലാണ്. ഇമ്പോർട്ടന്റ് ആഫ്രിക്കൻ കൺട്രീസ് ഏതൊക്കെയാണ്? സൗത്ത് ആഫ്രിക്ക, ഈജിപ്റ്റ്, സിംബാബ്വെ. ഇത് മൂന്നുമാണ് ആഫ്രിക്കയിലെ എന്താണ് ഇമ്പോർട്ടന്റ് കൺട്രീസ്. ആഫ്രിക്കൻ കൺട്രീസ് ഏതൊക്കെയാണ്? ഈജിപ്റ്റ്, സിംബാബ്വെ, സൗത്ത് ആഫ്രിക്ക. ഓക്കെ, അപ്പൊ ആഫ്രിക്കയെ കുറിച്ച് നമ്മൾ എന്താ കാര്യങ്ങൾ പറഞ്ഞു? സെക്കൻഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓഫ് ദ വേൾഡ് അല്ലേ, ലോകത്തിലെ രണ്ടാമത്തെ വലിയ ഭൂഖണ്ഡമാണ്. ഇക്വേറ്റർ പാസ് ചെയ്യുന്നത് മിക്കവാറും ഈ ആഫ്രിക്കയുടെ അല്ലേ, ആഫ്രിക്കൻ കൺട്രിയുടെ ആഫ്രിക്കയുടെ മിഡിലൂടെയാണ് നമ്മുടെ ഇക്വേറ്റർ ഭൂമധ്യരേഖ പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും എവിടെയാണ്? ഈ ആഫ്രിക്കയിലൂടെയാണ് പാസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എല്ലാ വശങ്ങളും സമുദ്രങ്ങളാലും കടലുകളാലും ചുറ്റപ്പെട്ടതാണ് ആഫ്രിക്ക. നമ്മുടെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദി നൈൽ ആഫ്രിക്കയിലാണ്. അതുപോലെ വേൾഡ് ലാർജസ്റ്റ് ഹോട്ട് ഡെസേർട്ട് ആയ സഹാറ ആഫ്രിക്കയിലാണ്. ആഫ്രിക്കൻ കൺട്രീസ് ആണ് ഏതൊക്കെ? ഈജിപ്റ്റ്, ആഫ്രിക്ക, സിംബാബ്വെ. ഓക്കെ, അപ്പൊ മൂന്നാമത്തെ കോണ്ടിനെന്റ് മനസ്സിലായോ? ആഫ്രിക്ക. അടുത്തത് ഏതാ? നോർത്ത് അമേരിക്ക. അടുത്ത് നമ്മൾ പഠിക്കുന്ന ഏത് കോണ്ടിനെന്റാ? നോർത്ത് അമേരിക്ക. നോക്കാം നമുക്ക് നോർത്ത് അമേരിക്കയെ കുറിച്ച്. This is the third largest continent of the world. വേൾഡിലെ മൂന്നാമത്തെ എന്താണ് വലിയ ഭൂഖണ്ഡമാണ് നമ്മുടെ നോർത്ത് അമേരിക്ക. Figure 5.2 you will notice that this continent lies entirely in the northern and the western hemisphere. അപ്പോൾ ഈ നമുക്ക് ആ ഒരു നമ്മുടെ 5.2ലെ പിക്ചർ നോക്കാമെങ്കിൽ നമുക്ക് മനസ്സിലായി, ആ മാപ്പ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നോർത്ത് അമേരിക്ക എവിടെയൊക്കെയാണ്? നോർത്ത് അല്ലേ, വടക്ക് പടിഞ്ഞാറൻ അർദ്ധഗോളത്തിലാണ് ഈ ഒരു നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്. എവിടെയൊക്കെയാണ്? നോർത്തേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ, വടക്കൻ പടിഞ്ഞാറ് അർദ്ധഗോളത്തിലാണ് ഈ ഒരു നമ്മുടെ നോർത്ത് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവും. It is surrounded on all sides by ocean and seas except to the south where it meets South America. അപ്പോൾ സൗത്ത് അമേരിക്കയായിട്ട് മീറ്റ് ചെയ്യുന്ന സൗത്ത് ഒഴികെ ബാക്കി എല്ലാ വശങ്ങളും കടലുകളാലും സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ടതാണ് നമ്മുടെ നോർത്ത് അമേരിക്ക. It is joined to South America by an isthmus. It is joined to South America by an isthmus. അപ്പോൾ എവിടെയാണ് സൗത്ത് അമേരിക്ക ആയിട്ട് ജോയിൻ ചെയ്യുന്നത്? എന്താണ്? ഇസ്തുമസ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നു. ഇസ്തുമസ്, ISTHMUS, ഇസ്തുമസ്. ഇനി എന്താണ് ഇസ്തുമസ് എന്ന് വെച്ചാൽ എന്താണ്? A narrow strip of land joining two large land masses. അതായത് രണ്ട് വലിയ ഭൂപ്രദേശങ്ങൾ ചേരുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഈ നോർത്ത് അമേരിക്ക നമ്മുടെ സൗത്ത് അമേരിക്ക ആയിട്ട് ജോയിൻ ചെയ്ത് എന്താവുന്നു? ഇസ്തുമസ് ഉണ്ടാവുന്നു അല്ലേ? ജോയിൻ ചെയ്ത് എവിടെയാണ്? ഇസ്തുമസ്. ഇസ്തുമസ് എന്ന് വെച്ചാൽ എന്താണ്? രണ്ട് വലിയ ഭൂപ്രദേശങ്ങൾ ചേരുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശം. A narrow strip of land joining of two large land masses. കാനഡ, the USA and Mexico are in North America. നോർത്ത് അമേരിക്കയിലുള്ള ഏതൊക്കെയാണ്? കാനഡ ഉണ്ട്,
പിന്നെ USA ഉണ്ട്, മെക്സിക്കോ ഉണ്ട്. അപ്പോൾ നമ്മൾ നോർത്ത് അമേരിക്കയെ കുറിച്ച് എന്തൊക്കെ സ്റ്റഡി ചെയ്തു? നോർത്ത് അമേരിക്ക എന്ന് വെച്ചാൽ തേർഡ് ലാർജസ്റ്റ് കോണ്ടിനെന്റ് ആണ്. നോർത്തേൺ ആണ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് ഇത് ലൈ ചെയ്യുന്നത്. പിന്നെന്താണ്? സൗത്ത്, നമ്മുടെ സൗത്ത് അമേരിക്കയുമായിട്ട് ജോയിൻ ചെയ്യുന്ന സൗത്ത് ഒഴികെ ബാക്കി എല്ലാ വശങ്ങളാലും കടലുകളാലും സമുദ്രങ്ങളാലും ചുറ്റപ്പെട്ടതാണ്. പിന്നെ നമ്മൾ ഇറ്റ് ഈസ് ജോയിൻഡ് ബൈ സൗത്ത് അമേരിക്ക. ഏതാണ്? ഇസ്തുമസ് എന്ന് പറയും. ഇസ്തുമസ് എന്ന് വെച്ചാൽ എന്തായിരുന്നു? നാരോ സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ജോയിനിങ് ടു ലാർജ് ലാൻഡ് മാസ്. രണ്ട് വലിയ ഭൂപ്രദേശങ്ങൾ ചേരുന്ന ഒരു ഇടുങ്ങിയ ഭൂപ്രദേശമാണ് ഇസ്തുമസ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഏതൊക്കെയാണ് കൺട്രീസ്? കാനഡ, USA ആൻഡ് മെക്സിക്കോ. ഇത്രയും കാര്യങ്ങൾ നോർത്ത് അമേരിക്കയെ കുറിച്ച് പഠിച്ചു. അടുത്ത കോണ്ടിനെന്റ് ആണ് സൗത്ത് അമേരിക്ക. അടുത്ത കോണ്ടിനെന്റ് ഏതാ? സൗത്ത് അമേരിക്ക. ഏതാണ്? സൗത്ത് അമേരിക്ക. നോക്കിക്കേ, this continent lies mostly in the southern hemisphere and entirely in the western hemisphere. ഈ ഒരു കോണ്ടിനെന്റിന്റെ അല്ലേ എന്താണ് എൻ്റെ ഭാഗവും സൗത്തേൺ ഹെമിസ്ഫിയറിലും അതുപോലെ തന്നെ വെസ്റ്റേൺ ഹെമിസ്ഫിയറിലും ഉണ്ട്. അപ്പൊ ഈ ഒരു കോണ്ടിനെന്റ് സൗത്തേൺ ഹെമിസ്ഫിയറിലും വെസ്റ്റേൺ ഹെമിസ്ഫിയറിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് സറൗണ്ടഡ് ബൈ ഓഷ്യൻ. അപ്പൊ ഇതിന് എന്താണ്? സമുദ്രം ചുറ്റപ്പെട്ടിരിക്കുന്നു. In the northwest, it is separated from North America by the western border of Colombia. അപ്പോൾ നോർത്ത് വെസ്റ്റിൽ ഇല്ലേ നോർത്ത് അമേരിക്കയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ്? ബോർഡർ ഓഫ് കൊളംബിയ. കൊളംബിയയിലെ ബോർഡറിലാണ് വെസ്റ്റേൺ ബോർഡർ ഓഫ് കൊളംബിയ. വെസ്റ്റേൺ ബോർഡർ ഓഫ് കൊളംബിയയിൽ ഇത് നോർത്ത് അമേരിക്കയുമായിട്ട് സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻറ്റ് കൺട്രീസ് ഓഫ് ദിസ് കോണ്ടിനെന്റ് ആർ അർജന്റീന ആൻഡ് ബ്രസീൽ. സൗത്ത് അമേരിക്കയിലെ ഇമ്പോർട്ടൻറ്റ് കൺട്രീസ് ഏതൊക്കെയാ? അർജന്റീന ആൻഡ് ബ്രസീൽ. ഇനി അടുത്ത കോണ്ടിനെന്റ് നോക്കിയേ, യൂറോപ്പ്. ഏതാണ്? യൂറോപ്പ്. This is a small continent which lies entirely in northern hemisphere but extended into both the eastern and western hemisphere. അപ്പോൾ ഇതൊരു സ്മാൾ കോണ്ടിനെന്റ് ആണ്. യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഭൂഖണ്ഡമാണ്. ഇത് എവിടെയൊക്കെയാണ്? entirely in the northern hemisphere. നോർത്തേൺ ഹെമിസ്ഫിയറിൽ വ്യാപിച്ചു കിടക്കുന്നു അല്ലേ? നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് എവിടേക്കും വ്യാപിച്ചിട്ടുണ്ട്? ബട്ട് എക്സ്റ്റെൻഡഡ് ഇൻടു ബോത്ത് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയറിൽ ഇത് വ്യാപിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, ജർമ്മനി, സ്പെയിൻ, ഇറ്റലി ആൻഡ് ദ യുണൈറ്റഡ് കിങ്ഡം ആർ പാർട്ട് ഓഫ് യൂറോപ്പ്. അപ്പോൾ യൂറോപ്പിന്റെ പാർട്ട് ഏതൊക്കെയാണ്? ജർമ്മനി, ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, യുണൈറ്റഡ് കിങ്ഡം ആർ പാർട്ട് ഓഫ് യൂറോപ്പ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? അടുത്ത കോണ്ടിനെന്റ് ഓസ്ട്രേലിയ. അടുത്ത കോണ്ടിനെന്റ് ഏതാണ്? ഓസ്ട്രേലിയ. ഓക്കെ, ഓസ്ട്രേലിയയെ കുറിച്ച് നോക്കിയാലോ. ദിസ് ഈസ് ദ സ്മാളസ്റ്റ് കോണ്ടിനെന്റ്. ഓസ്ട്രേലിയയും എന്താണ്? സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ആണ്. ഇറ്റ് ഈസ് എ കൺട്രി ആസ് വെൽ. അപ്പൊ ഇതെന്താണ്? ഇതൊരു രാജ്യം കൂടിയാണ്. ഇറ്റ് ലൈസ് എൻറ്റയർലി ഇൻ സൗത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ. അപ്പൊ ഇത് എവിടെയൊക്കെയാണ്? സൗത്തേൺ ഹെമിസ്ഫിയറിലും ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലുമാണ് ഇത് കാണപ്പെടുന്നത്. അടുത്ത നോക്കിക്കേ, ഇറ്റ് ഈസ് സറൗണ്ടഡ് ഓൺ ഓൾ സൈഡ്സ് ബൈ ഓഷൻ ആൻഡ് സീസ്. അപ്പൊ ഇതിന്റെ എല്ലാ വശങ്ങളും സമുദ്രങ്ങളാലും ഇല്ലേ കടലുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. therefore it is often called the island continent. അതുകൊണ്ട് നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? ഐലൻഡ് കോണ്ടിനെന്റ് അല്ലേ? ദ്വീപ് ഭൂഖണ്ഡം എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഓസ്ട്രേലിയയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പറഞ്ഞു? നമ്മുടെ സ്മാളസ്റ്റ് കോണ്ടിനെന്റ് ആണ് ഓസ്ട്രേലിയ. അതുപോലെ തന്നെ എൻറ്റയർലി എവിടെയൊക്കെയാണ്? സൗത്തേൺ ആൻഡ് ഈസ്റ്റേൺ ഹെമിസ്ഫിയറിലാണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ സൈഡും സമുദ്രങ്ങളാലും കടലുകളാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അതുകൊണ്ട് ഇതിനെ നമ്മൾ ഐലൻഡ് കോണ്ടിനെന്റ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഐലൻഡ് കോണ്ടിനെന്റ് എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, അടുത്ത കോണ്ടിനെന്റ് ഏതാ? അന്റാർട്ടിക്ക. അന്റാർട്ടിക്ക നോക്കിക്കേ. In the extreme south of the southern hemisphere lies a very large landmass. എന്താണ്? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിലെ അല്ലേ ദക്ഷിണാർദ്ധഗോളത്തിന്റെ അങ്ങേയറ്റത്ത് തെക്ക് ഒരു വളരെ വലിയ ഭൂപ്രദേശമാണ് നമ്മുടെ ഈ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. നോക്കിക്കേ, ദിസ് ഈസ് നോൺ ആസ് അന്റാർട്ടിക്ക. അതിനാണ് നമ്മൾ അന്റാർട്ടിക്ക എന്ന് വിളിക്കുന്നത് അല്ലേ? നമ്മുടെ ദക്ഷിണാർദ്ധഗോളത്തിന്റെ അങ്ങേയറ്റത്ത് തെക്ക് കാണപ്പെടുന്ന വലിയ ഭൂപ്രദേശമാണ് നമ്മൾ അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. The South Pole is located almost the center of this continent. അപ്പോൾ സൗത്ത് പോള് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നത്? ഈ ഒരു കോണ്ടിനെന്റിന്റെ ഓൾമോസ്റ്റ് സെന്ററിലായിട്ടാണ് നമ്മുടെ സൗത്ത് പോള് സ്ഥിതി ചെയ്യുന്നത്.
Antarctica remains permanently frozen and is the only continent without any permanent human settlement. ഇല്ലേ, അപ്പോൾ പെർമനന്റ് ആയിട്ട് ഒരു എന്താണ് മനുഷ്യവാസം ഇല്ലാത്ത ഒരു കോണ്ടിനെന്റ് ആണ് നമ്മുടെ അന്റാർട്ടിക്ക. കാരണം അവിടെ എപ്പോഴും എന്താണ് ഫ്രോസൺ ഏരിയ ആണ്, തണുപ്പ് നിറഞ്ഞ ഏരിയ ആയതുകൊണ്ട് അവിടെ എന്താണ് പെർമനന്റ് ആയിട്ടുള്ള മനുഷ്യവാസം അവിടെ ഇല്ല. However, many countries have research stations in Antarctica. എന്താണ് ധാരാളം കൺട്രീസിന് ഈ അന്റാർട്ടിക്കയിൽ റിസർച്ച് സ്റ്റേഷനുകൾ ഉണ്ട്. ഇന്ത്യ ഓൾസോ സെൻഡ് സയന്റിസ്റ്റ് ടു അന്റാർട്ടിക്ക. ഇന്ത്യയും ശാസ്ത്രജ്ഞരെ എന്ത് ചെയ്യുന്നു അന്റാർട്ടിക്കയിലേക്ക് പറഞ്ഞുവിടുന്നുണ്ട്. They live at the base camp called മൈത്രി. അപ്പൊ അവരെവിടാണ് ക്യാമ്പ് ചെയ്യുന്നത്? അവരൊരു they live at the base camp, ഒരു ബേസ് ക്യാമ്പിലാണ് അവർ താമസിക്കുന്നത്. അതിനെ നമ്മൾ മൈത്രി എന്ന് വിളിക്കുന്നത്. എന്തെന്ന് വിളിക്കുന്നു? മൈത്രി. ഓക്കെ, അന്റാർട്ടിക്കയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? നമ്മുടെ സൗത്തേൺ ഹെമിസ്ഫിയറിന്റെ അല്ലേ അങ്ങേയറ്റത്ത് തെക്കിൽ സ്ഥിതി ചെയ്യുന്ന വലിയ ഭൂപ്രദേശമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. അവിടെ എന്താണ് സൗത്ത് പോൾ ലൊക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ അന്റാർട്ടിക്കയുടെ മിഡിൽ, ഏകദേശം മിഡിൽ സെന്ററിലായിട്ടാണ് വരുന്നത്. അന്റാർട്ടിക്കയിൽ എപ്പോഴും ഫ്രോസൺ ആയതുകൊണ്ട് തന്നെ അവിടെ എന്താ പെർമനന്റ് ഹ്യൂമൻ സെറ്റിൽമെന്റ് സാധ്യമല്ല. എങ്കിലും കൺട്രീസ് റിസർച്ച് സ്റ്റേഷന് നമ്മൾ അന്റാർട്ടിക്കയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയും ശാസ്ത്രജ്ഞരെ നമ്മുടെ അന്റാർട്ടിക്കയിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. അവർ താമസിക്കുന്ന ആ ബേസ് ക്യാമ്പിലാണ് നമ്മൾ മൈത്രി എന്ന് വിളിക്കുന്നത്. നമ്മൾ എന്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്? കോർഡിനേറ്റ്സ് ഇല്ലേ? എത്ര കോർഡിനേറ്റ്സ് ഉണ്ട്? 7 മേജർ കോർഡിനേറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഏഷ്യ, യൂറോപ്പ് അല്ലേ, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഓക്കെ, ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അടുത്ത നമ്മൾ നോക്കുന്നത് ലാൻഡ് ഫോംസ്. എന്താണ് ലാൻഡ് ഫോംസ്? ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? ലാൻഡ് ഫോംസ് ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? The surface of the earth is not the same everywhere. അപ്പോൾ ഭൂമിയുടെ ഉപരിതലം എല്ലായിടത്തും ഒരുപോലെയാണോ? ആണോ? അല്ലേ, the surface of the earth is not the same everywhere. ഭൂമിയുടെ ഉപരിതലം എല്ലായിടത്തും ഒരുപോലെയല്ല. Some parts are elevated, some rugged and others flat. അല്ലേ, ചില ഭാഗങ്ങൾ ഭൂമിയുടെ ചില ഭാഗങ്ങൾ ഉയർന്നതായിരിക്കും, ചിലത് എന്താണ് അല്ലേ പരിപരുക്കനായിരിക്കും, അല്ലെങ്കിൽ ചിലത് ഫ്ലാറ്റ് ആയിരിക്കും. In other words, the earth surface has different type of land forms. അപ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപരിതലം ഡിഫറൻസ് ലാൻഡ് ഫോംസ് ആണ് അല്ലേ, പല പല ഭൂരൂപങ്ങളാണ്. These are usually formed when the movement of molten rocks present under the lithosphere pushes up or pulls down part of the earth surface. അപ്പോൾ ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? പാറകളുടെ ചലനം നമ്മുടെ ഭൗമോപരിതലത്തിന്റെ ഇല്ലേ ചില ഭാഗങ്ങൾ മുകളിലേക്ക് തള്ളുകയോ അല്ലെങ്കിൽ താഴേക്ക് വലിക്കുകയോ ചെയ്യുമ്പോഴാണ് ഇവ സാധാരണയായിട്ട് ഇങ്ങനെ രൂപം കൊള്ളുന്നത്. പല രൂപത്തിൽ വരുന്നത് എങ്ങനെയാണ്? പാറകളുടെ ചലനം നമ്മുടെ ഭൗമോപരിതലത്തിന്റെ ചില ഭാഗങ്ങൾക്ക് മുകളിലെ ചില ഭാഗങ്ങൾ മുകളിലേക്ക് തള്ളുകയോ അല്ലെങ്കിൽ കുറച്ച് ഭാഗങ്ങളെ താഴേക്ക് വലിക്കുകയോ ചെയ്യുമ്പോഴാണ് ഈ ഒരു ലാൻഡ് ഫോംസ് പലപ്പോഴും രൂപം കൊള്ളുന്നത്. Forces of nature like running water, moving ice, wind, sea waves, etc. break up rocks and carry away the broken pieces. അപ്പോൾ നമ്മുടെ ഫോഴ്സസ് ഓഫ് നേച്ചർ അതായത് പ്രകൃതി ശക്തികളായ ഏതൊക്കെ? റണ്ണിങ് വാട്ടറിലെ ഒഴുകുന്ന ജലം, അതായത് ചലിക്കുന്ന ഐസ്, കാറ്റ്, നമ്മുടെ കടൽ തിരമാലകൾ, അതുപോലെ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റോക്സിനെ ബ്രേക്ക് ചെയ്യും, പാറകളെ തകർക്കുകയും അവ ക്യാരി ചെയ്തുകൊണ്ട് ആ പീസസ് പാറകൾ തകർന്ന പീസസിനെ ക്യാരി ചെയ്യുകയും ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ഇറോഷൻ. ഈ പ്രോസസ്സിനാണ് നമ്മൾ ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ് എന്നൊക്കെ വിളിക്കുന്നത്. ഇറോഷൻ അല്ലെങ്കിൽ മണ്ണൊലിപ്പ്. അപ്പൊ എന്താണ് മണ്ണൊലിപ്പ്? ഫോഴ്സസ് ഓഫ് നേച്ചർ നമ്മുടെ പ്രകൃതി ശക്തികളായ ലൈക്ക് റണ്ണിങ് വാട്ടർ, moving ice, wind, sea waves, etc. break up rocks and carry away the broken pieces. This process is called erosion. അപ്പോൾ എന്താണ് നമ്മുടെ പ്രകൃതി ശക്തികളായ അതായത് ഒഴുകുന്ന വെള്ളം, ചലിക്കുന്ന ഐസ്, വിൻഡ്, കടൽ തിരമാലകൾ ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? നമ്മുടെ പാറകളെ പൊട്ടിക്കുകയും ആ പൊട്ടുന്ന പീസുകൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അപ്പൊ ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇറോഷൻ മണ്ണൊലിപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് ഈ ഇറോഷൻ? മണ്ണൊലിപ്പ് എവിടെ? ഭൂമിയുടെ ഉപരിതലത്തിലാണെങ്കിൽ ഈ ഇറോഷൻ ഭൂമിയുടെ ഉപരിതലത്തെ ഇല്ലേ ക്ഷീണിപ്പിക്കപ്പെടുന്നു. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഭൂമിയുടെ ഉള്ള മണ്ണെല്ലാം ഒലിച്ചു പോകുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ക്ഷീണം സംഭവിക്കുന്നു. The eroded materials are deposited at other place. അപ്പോൾ ഈ ഒരു ഇറോഷൻ സമയത്തിലെ കൊണ്ടുപോകുന്ന മെറ്റീരിയൽസ് എല്ലാം വേറൊരു പ്ലേസിലേക്ക്
നിക്ഷേപിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. സച്ച് ആസ് റിവർ ബേസിസ്. എവിടാണ് അല്ലെ? നദികൾ പോലുള്ള അല്ലെങ്കിൽ നദീതടങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുന്നു? ഈ ഇറോഡഡ് വേസ്റ്റ് ഉപേക്ഷിക്കപ്പെടുന്നു. അറ്റ് ദീസ് പ്ലേസസ് ദ ലാൻഡ് സർഫസ് ബിൽഡ് അപ്പ്. ഇപ്പൊ ഈ സ്ഥലങ്ങളിൽ എന്താ? ഭൂമിയുടെ ഉപരിതലം ഉയർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്താണ് ടീച്ചർ പറഞ്ഞത്? നമ്മുടെ ലാൻഡ് ഫോംസിലെ ഭൂരൂപങ്ങൾ, ഭൂമിയുടെ ഉപരിതലം പലതരത്തിലാണ് വന്നത്. ചിലത് പൊങ്ങിയിരിക്കുന്നു ഭൂമിയുടെ ഉപരിതലം, ചിലത് ഫ്ലാറ്റ് ആയിരിക്കും, ചിലത് പരുവരിക്കനായിരിക്കും, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ ഫോഴ്സസ് ഓഫ് നേച്ചർ, പ്രകൃതി ശക്തികളായ കാറ്റും മഴയും അതുപോലെ തന്നെ തിരമാലകളും അതുപോലെ ഒഴുകുന്ന വെള്ളവും ചലിക്കുന്ന ഐസും ഇവയെല്ലാം എന്ത് ചെയ്യുന്നു? പാറകൾ പൊട്ടിക്കുകയും അവ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ ഈ വഹിച്ചുകൊണ്ട് പോകുന്ന ഈ മാലിന്യങ്ങൾ എവിടെ തള്ളുന്നു? നമ്മുടെ നദീതലങ്ങൾ പോലുള്ള സ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നു. അപ്പൊ ആ സ്ഥലത്തെ ഭൂമിയുടെ ഉപരിതലം കുറച്ച് പൊങ്ങിയിരിക്കും. ഓക്കെ, ഡിപ്പെൻഡിങ് അപ്പോൺ elevation and slope, land has been divided into 3 major type of landforms. അപ്പോൾ ഈ ഒരു നമ്മുടെ ഭൂമിയുടെ ഉയരവും ചരിവും ഒക്കെ അനുസരിച്ച് നമ്മുടെ ഭൂമിയെ 3 ലാൻഡ്ഫോംസ് അല്ലേ ഭൂരൂപങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? മൗണ്ടൻസ്, പ്ലേറ്റ്യൂ ആൻഡ് പ്ലെയിൻസ്. മൗണ്ടൻസിലെ പർവ്വതങ്ങളും പ്ലേറ്റ്യൂ പീഠഭൂമികളും ആൻഡ് പ്ലെയിൻസ് സമതലങ്ങൾ. ഇങ്ങനെ നമ്മുടെ ഭൂമിയുടെ ലാൻഡ് ഫോംസിനെ നമ്മൾ 3ആയിട്ട് തിരിക്കുന്നു. ഭൂരൂപങ്ങൾ നമുക്ക് 3ആയിട്ട് തരത്തിരിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉയരവും ചരിവും ഒക്കെ അനുസരിച്ച് നമ്മൾ ഭൂമിയെ 3 ലാൻഡ് ഫോംസ് ആയിട്ട് ഭൂരൂപങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. മൗണ്ടൻസ്, പ്ലേറ്റ്യൂസ് ആൻഡ് പ്ലെയിൻസ് അല്ലേ. മൗണ്ടൻസ് കുന്നുകളും അതുപോലെ തന്നെ എന്താണ്? പർവ്വതങ്ങളും പീഠഭൂമികളും സമതലങ്ങളും. ഇനി അതിൽ എന്താണ് മൗണ്ടൻസ്? ആദ്യം നമുക്ക് എന്താണ് മൗണ്ടൻസ് എന്ന് നോക്കാം. എന്താണ് മൗണ്ടൻസ്? പർവ്വതങ്ങൾ ഇല്ലേ. എന്താണ് മൗണ്ടൻസ്? നോക്കിക്കേ. A mountain is a conical mass of land rising to much greater highest than the surroundings area. Its pointed top is called a peak. ഇപ്പൊ എന്താണ്? ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെക്കാൾ വളരെ ഉയരത്തില് അല്ലേ അല്ലെങ്കിൽ ഉയരമേറിയ ആ ഒരു കോൺ മുനയിലുള്ള ആ ഒരു പ്രദേശത്തെയാണ് നമ്മൾ പർവ്വതം എന്ന് വിളിക്കുന്നത്. ഇപ്പൊ മൗണ്ടൻ ഈസ് എ കോണിക്കൽ മാസ് ഓഫ് ലാൻഡ് റൈസിംഗ് ടു മച്ച് ഗ്രേറ്റർ ഹയസ്റ്റ് ദാൻ ദ സറൗണ്ടിങ്സ്. അപ്പൊ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെക്കാൾ കുറച്ചുകൂടെ ഉയരം കൂടിയല്ലേ കോണിക്കലായിട്ടുള്ള ആ ഒരു ഭൂരൂപത്തെയാണ് നമ്മൾ മൗണ്ടൻസ് പർവ്വതങ്ങൾ എന്ന് വിളിക്കുന്നത്. പിന്നെന്താ പറയുക? ഇറ്റ് ഈസ് പോയിന്റഡ് ടോപ്പ് ഈസ് കാൾഡ് എ പീക്ക് അല്ലേ. അതിന്റെ ആ ഒരു പോയിന്റഡ് ടോപ്പിലുള്ള ആ ഒരു പോയിന്റിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? അതിന്റെ ഒരു കൂർത്ത മുകൾ ഭാഗത്തെ നമ്മൾ കൊടുമുടി പീക്ക് എന്ന് വിളിക്കുന്നു. മൗണ്ടൻസ് ജനറലി ഒക്കർ ഇൻ എ ചെയിൻ ഓർ ലൈൻ കാൾഡ് എ റേഞ്ച്. അപ്പൊ മൗണ്ടൻ നമ്മുടെ പർവ്വതങ്ങൾ മിക്കപ്പോഴും എന്താണ്? ഒരു ചെയിൻ ആയിട്ട് അല്ലെങ്കിൽ എന്താണ്? ഒരു ലൈൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നു. The Himalayas in Asia, the Alps in Europe, the Rockies in North America and the Andes in South America are some examples of mountain range. ഇപ്പൊ മൗണ്ടൻ റേഞ്ചിന് എക്സാമ്പിൾസ് വെച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ഏഷ്യയിലെ ഹിമാലയം അല്ലെ, യൂറോപ്പിലെ ആൽപ്സ്, നോർത്ത് അമേരിക്കയിലെ റോക്കീസ്, സൗത്ത് അമേരിക്കയിലെ ആൻഡീസ്, ഇതെല്ലാം മൗണ്ടൻ റേഞ്ചിന് എക്സാമ്പിൾസ് ആണ്. പിന്നെന്താണ്? ദ ആൻഡീസ് ഈസ് ദ വേൾഡ് ലോങ്സ്റ്റ് മൗണ്ടൻ റേഞ്ച്. ലോകത്തിലെ ലോങ്സ്റ്റ് മൗണ്ടൻ റേഞ്ച് ഏതാണ്? ആൻഡീസ്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ഓഫ് മൗണ്ടൻസ് ഉണ്ട്. അതായത് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ദേ ആർ ഫോംഡ്, മൗണ്ടൻസ് മേ ബി ഓഫ് 3 മെയിൻ ടൈപ്സ്. അതായത് എങ്ങനെയാണ് ഈ ഒരു പർവ്വതങ്ങൾ ഫോം ചെയ്യുന്നത് അതിനനുസരിച്ച് നമ്മൾ പർവ്വതങ്ങളെ ഫോൾഡ് മൗണ്ടൻസ് എന്നും ബ്ലോക്ക് മൗണ്ടൻസ് എന്നും പിന്നെന്താണ് വോൾക്കാനിക് മൗണ്ടൻസ് എന്നും 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്താണ് പർവ്വതങ്ങൾ അല്ലെങ്കിൽ മൗണ്ടൻസ് എന്നാണ് പഠിച്ചത്. മൗണ്ടൻ ഈസ് എ കോണിക്കൽ മാസ് ഓഫ് ലാൻഡ് റൈസിംഗ് ടു മച്ച് ഗ്രേറ്റർ ഹൈറ്റ്സ് ദാൻ ദ സറൗണ്ടിങ്. അതായത് ചുറ്റുമുള്ള പ്രദേശങ്ങളെക്കാൾ എന്താണ്? വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നില്ല ഒരു കോൺമുനയിലുള്ള ഭൂപ്രദേശത്തെയാണ് നമ്മൾ പർവ്വതം മൗണ്ടൻസ് എന്ന് വിളിച്ചത്. അതിന്റെ ഏറ്റവും കൂർത്ത മുകൾ ഭാഗത്തെ നമ്മൾ പീക്ക് കൊടുമുടി എന്ന് വിളിക്കുന്നു. പിന്നെ എന്താ പറയുക? പർവ്വതങ്ങൾ എപ്പോഴും ലൈൻ അല്ലെങ്കിൽ ഒരു എന്തായിട്ടാണ് കാണപ്പെടുന്നത്? ചെയിൻ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതിനെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നു. ഏഷ്യയിലെ ഹിമാലയം ഇല്ലേ, അതുപോലെ ആൽപ്സ്, യൂറോപ്പിലെ ആൽപ്സ്, പിന്നെ നോർത്ത് അമേരിക്കയിലെ റോക്കി, സൗത്ത് അമേരിക്കയിലെ ആൻഡീസ്, ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? നമ്മുടെ ഒരു മൗണ്ടൻ റേഞ്ചിന്റെ എക്സാമ്പിൾ ആണ്. പിന്നെ ടൈപ്പ് ഓഫ് മൗണ്ടൻ പറഞ്ഞു അല്ലേ. മൗണ്ടൻസ് രൂപം കൊണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തൊക്കെയാണ്? ഫോൾഡ് മൗണ്ടൻസ്, ബ്ലോക്ക് മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടൻ എന്ന് 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ നോക്കി? നമ്മുടെ ലിത്തോസ്ഫിയർ ആണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലെ കോണ്ടിനെന്റ് നമ്മൾ പഠിച്ചു, ലാൻഡ് ഫോംസിലെ മൗണ്ടൻ നമ്മൾ സ്റ്റഡി ചെയ്തു. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ ഇതുവരെ പഠിപ്പിച്ചാൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ?
ഓക്കെ, അപ്പോൾ ടീച്ചർ ഈ ക്ലാസ്സിൻ്റെ നോട്ട്സ് ടീച്ചർ ഈ വീഡിയോയുടെ ബാക്കിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതിയെടുക്കണം, ഇത് പഠിക്കണം. നോട്ട്സ് എഴുതിയെടുത്തിട്ട് നോട്ട്സ് ടീച്ചറെ സെൻഡ് ചെയ്യുക. അതുപോലെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിനെ സെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ടീച്ചർ എടുക്കാൻ പോകുന്നത് മലയാളത്തിന്റെ അടുത്ത ഒരു പാഠമാണ്. പാഠം 8 സ്നേഹം ഒരു കുന്നോളം. പാഠം 8 സ്നേഹം ഒരു കുന്നോളം. പേജ് നമ്പർ 37. പേജ് നമ്പർ 37, പാഠം 8 സ്നേഹം ഒരു കുന്നോളം. അതായത് ഒരു മുത്തശ്ശി കഥയാണ് അല്ലേ. നമുക്ക് അവിടെ വരെ കൊടുത്തിരിക്കുന്ന ആ ഒരു പടം കാണുമ്പോൾ അറിയാം, ഒരു മുത്തശ്ശിയും മുത്തശ്ശിയുടെ ഒരു കൊച്ചുമകനും അല്ലേ. അപ്പൊ നല്ലൊരു കഥയാണ്, കേട്ടുകൊണ്ടിരുന്നാ മതി, നന്നായിട്ട് മനസ്സിലാവും. നോക്കിയേ. എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ ഒരു കഥ പറഞ്ഞേ എന്ന് കൊഞ്ചിക്കൊണ്ട് കൊച്ചുമോൻ മടിയിൽ കയറിയിരുന്നപ്പോൾ മുത്തശ്ശി വിഷമത്തിലായി. എന്നും ഓരോ കഥ പറയാൻ അത്രയധികം കഥകളുണ്ടോ മുത്തശ്ശിയുടെ മനസ്സിൽ? ഓർമ്മയുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു, ഇനിയിപ്പോൾ എവിടെ പോകാനാണ് കഥയ്ക്ക്? എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞല്ലോ എന്റെ ദേവരെ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശി മുമ്പെന്തോ പറഞ്ഞ ഒരു കഥ ഓർത്ത് പറയാൻ തുടങ്ങി. ആറ്റിന്റെ അക്കരെ ആ മരത്തിൽ വെച്ചിരുന്ന എന്റെ ഹൃദയം എടുക്കാൻ ഞാൻ മറന്നുപോയെന്നു പറഞ്ഞു മുതലയെ പറ്റിക്കാൻ നോക്കിയ സൂത്രക്കാരൻ കുരങ്ങന്റെ കഥ പറഞ്ഞു. മുത്തശ്ശിയും കൊച്ചുമോനും കഥയിലെ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ കൊച്ചുമോൻ മുത്തശ്ശിയുടെ കഴുത്തിൽ കൈ കോർത്തു ഒച്ച വെച്ചു. ഇത് എത്ര വട്ടം പറഞ്ഞു മുത്താ മുത്തശ്ശി, ഒരു പുതിയ കഥ പറയണ്ടേ? അപ്പോ കൊച്ച് അല്ലെ, നമ്മുടെ അവിടുത്തെ ആ ഒരു കുട്ടി അല്ലെ, ആ ഒരു കൊച്ചു കുട്ടി അല്ലെ, ആ കുട്ടി എന്താണ് മുത്തശ്ശിയുടെ മടിയിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് അല്ലെ. നോക്കി, എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ, നമ്മുടെ വീട്ടിലുള്ളവരെയൊക്കെ സോപ്പിടാൻ വേണ്ടി, കാര്യം കാണാൻ വേണ്ടി സോപ്പിടാൻ വേണ്ടി പറയുന്ന പോലെ ഈ കുട്ടി എന്താണ് പറയാ, എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ ഒരു കഥ പറഞ്ഞു തരുമോ എന്ന് കൊഞ്ചുകൊണ്ട് എന്ത് ചെയ്തു മുത്തശ്ശിയുടെ കൊച്ചുമോൻ അല്ലെ. കൊച്ചുമോൻ ഇങ്ങനെ മുത്തശ്ശിയുടെ മടിയിൽ കയറി ഇരിക്കുക. അപ്പോഴേക്ക് കൊച്ചിങ്ങനെ കഥ പറയാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് മുത്തശ്ശിക്ക് ആകാശമായി. കാര്യം എന്താ, എന്നും ഈ കുട്ടി എന്താണ് ഓരോ കഥ പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്ത് വരും. മുത്തശ്ശി ഓരോ കഥകൾ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് എന്താണ് ആ മുത്തശ്ശിക്ക് അറിയാവുന്ന കഥകളെല്ലാം കഴിഞ്ഞു. ഇനി കഥകളൊന്നും അറിയാൻ വയ്യ. മുത്തശ്ശി പറയാം, എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞല്ലോ അല്ലെ, എനിക്കറിയാവുന്ന കഥയെല്ലാം ഞാൻ മോനോട് പറഞ്ഞു കഴിഞ്ഞു. മുത്തശ്ശി മുമ്പ് എന്നോ പറഞ്ഞ ഒരു കഥ ഓർത്ത് പറയുന്നത്. അങ്ങനെ മുത്തശ്ശി എന്താണ് പണ്ടെന്നോ ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത ഒരു കഥ വീണ്ടും എന്ത് ചെയ്തു, ഒന്നുകൂടെ അവന് പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞ് കഥ പറയാൻ വേണ്ടി തുടങ്ങി. ആറ്റിൻകക്കരെ ആ മരത്തിൽ വെച്ചിരുന്ന ഹൃദയം എടുക്കാൻ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞു മുതലയെ പറ്റിക്കാൻ നോക്കിയ സൂത്രക്കാരൻ കുരങ്ങന്റെ കഥ പറഞ്ഞു. മുത്തശ്ശി കൊച്ചുമോനും കഥയിൽ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ കൊച്ചുമോൻ മുത്തശ്ശിയുടെ കഴുത്തിൽ കൈ കോർത്തു കൊച്ചു വെച്ചു. ഇത് എത്ര വട്ടം പറഞ്ഞതാ മുത്തശ്ശി, ഒരു പുതിയ കഥ പറയണ്ടേ അല്ലെ. അപ്പൊ മുത്തശ്ശി ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തൊരു കഥയാണ് ഒരു മുതലയുടെയും ഒരു കുരങ്ങന്റെയും കഥ. നിങ്ങൾക്കറിയാമോ ആ കഥ? അതായത് ഒരു കുരങ്ങനും മുതലയും എന്താണ് ഒരു വനത്തിൽ ജീവിക്കുന്ന 2 മൃഗങ്ങളായിരുന്നു. അപ്പം ഈ മുതല വെള്ളത്തിൽ നിന്നും എന്താണ് ഇങ്ങനെ കരയിലോട്ട് വരുന്ന സമയം അത്തിപ്പഴം, നല്ല മധുരമുള്ള അത്തിപ്പഴം എന്ത് ചെയ്തു, പഴത്തിങ്ങനെ കരയിൽ ഒരു മരത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ അവിടെ ആ അത്തിപ്പഴത്തിന്റെ മരത്തിൽ ഇരുന്നുകൊണ്ട് ഒരു കുരങ്ങൻ ആ അത്തിപ്പഴം ഇങ്ങനെ കഴിക്കുക. അപ്പൊ മുതല താഴെ വെള്ളത്തിൽ നിന്നുകൊണ്ട് എന്ത് ചെയ്തു, നമ്മുടെ കുരങ്ങനോട് പറഞ്ഞു, കുരങ്ങച്ച എനിക്ക് 2 അത്തിപ്പഴം തരാമോ എന്ന് ചോദിച്ചു. നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്തു, മുകളിൽ ഇരുന്നുകൊണ്ട് മുതലയ്ക്ക് താഴോട്ട് അത്തിപ്പഴം ഇട്ടുകൊടുത്ത് അതിന്റെ സ്വാദ് മനസ്സിലാക്കി എന്താണ് മുതലയ്ക്ക് അതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ മുതല ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു. അന്ന് പോയി, വീണ്ടും അടുത്ത ദിവസം വന്നു, അന്നും അത്തിപ്പഴം കിട്ടി, വീണ്ടും പോയി എന്ത് ചെയ്തു, വീണ്ടും അങ്ങനെ ഓരോ ദിവസം കുറേ ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം നമ്മുടെ മുതല എന്ത് ചെയ്തു, തന്റെ ഭാര്യയ്ക്കാണ് കുറച്ച് എന്ത് ചെയ്യും, തന്റെ ഭാര്യയ്ക്ക് എന്ത് കൊണ്ടുപോയി കൊടുക്കും മുതല. അങ്ങനെ ഒരു ദിവസം മുതലയുടെ ഭാര്യ പറഞ്ഞു, ഈ പഴത്തിന് എന്ത് മധുരമാണ്, എന്ത് നല്ല രുചിയാണ്, എന്ത് നല്ല രുചി, എന്ത് നല്ല നിറവൊക്കെയാണ്, ഇതെന്തും കഴിക്കുന്ന ആ കുരങ്ങന്റെ ഹൃദയവും വളരെയധികം എന്താണ് നല്ല സ്വാദോട് കൂടിയ, ഒരുപാട് രക്തമുള്ള ഒരുപാട് സ്വാദോട് കൂടിയ ഹൃദയമായിരിക്കും. ആ ഹൃദയം എനിക്ക് കിട്ടി, എനിക്ക്
ദേഷ്യപ്പെടക്കാൻ വേണ്ടി എനിക്ക് നീ കൊണ്ടുവരാനായിട്ട് നമ്മുടെ മുതലയുടെ ഭാര്യ പറഞ്ഞു. അപ്പൊ ഈ കുരങ്ങന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അല്ലേ, കുരങ്ങന്റെ കൂട്ടുകാരൻ മറ്റൊരു കുരങ്ങൻ. അപ്പൊ ആ കുരങ്ങൻ എന്ത് ചെയ്യും, നമ്മുടെ ഈ കുരങ്ങനോട് പറയും, നീ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഈ മുതലെ വിശ്വസിക്കരുത്, അവൻ ചതിക്കും നിന്നെ, അവൻ എന്താണ് മറ്റുള്ളവരെ കൊന്നു തിന്നുന്നവനാണ്, അതുകൊണ്ട് നീ അവനെ ഒരിക്കലും എന്ത് ചെയ്യും, അപായപ്പെടുത്തുക, അതുകൊണ്ട് നീ അവനെ പൂർണ്ണമായിട്ടും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെ താക്കീതൊക്കെ കൊടുക്കും. പക്ഷെ നമ്മുടെ മുതലയ്ക്ക് നമ്മുടെ ഈ കുരങ്ങന് ഈ മുതലയെ എന്താണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് വിശ്വാസം വന്നു. ഈ മുതലയുടെ പാല് പറഞ്ഞത് കേട്ട് നമ്മുടെ എന്താണ് മുതല വന്ന് കുരങ്ങനെ അപായപ്പെടുത്തി തന്റെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കാൻ വേണ്ടി വരിക. അങ്ങനെ ഒരു ദിവസം വന്നിട്ട് നമ്മുടെ കുരങ്ങൻ മുതലെടുത്ത് പറയും, എൻ്റെ പാല് നിനക്ക് അവിടെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് വിഭവങ്ങൾ അടങ്ങിയ ഒരു സദ്യ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഇത്രയും നല്ല അത്തിപ്പഴം തന്നു വിടുന്നതുകൊണ്ട് നീ വന്നത് കഴിക്കണം എന്ന് പറയും. കഴിക്കണം എന്ന് പറഞ്ഞിട്ട് മുതല എന്ത് ചെയ്യും, കുരങ്ങനെ മുതലയുടെ പുറത്ത് വെച്ചിട്ട് വെള്ളത്തിൽ കൂടി ഇങ്ങനെ ഒഴുകി കുറച്ച് പുഴയുടെ നടുക്കെത്തുമ്പോൾ മുതല പറയും, എന്താണ് നിന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി അവൾക്ക് നിന്റെ ഹൃദയം വേണമെന്ന് ആവശ്യപ്പെട്ടു, അതുകൊണ്ട് നിന്റെ ഹൃദയം ഞങ്ങൾക്ക് വേണം, നിന്നെ അതുകൊണ്ട് കൊന്ന് നിന്റെ ഹൃദയം എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകാന്നുള്ളത് കുരങ്ങനോട് പറയും. കുരങ്ങന് പുഴയുടെ നടുക്കെത്തി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്യും, ബുദ്ധി ഉപയോഗിച്ചിട്ട് പറയും, അയ്യോ നീ അത് നേരത്തെ പറയാനുണ്ട്, പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഹൃദയം എടുത്തേനേനോ, ഇതിപ്പോൾ ഞാൻ ഹൃദയം ആ മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വന്നത്, നീ എന്നോടൊരു വാക്ക് പറഞ്ഞെങ്കിൽ ഹൃദയം ഞാൻ എടുത്തുകൊണ്ട് വന്നേനെ, ഇതിപ്പം എൻ്റെ കയ്യിൽ ഹൃദയം ഇല്ലല്ലോ എന്ന് പറയും. അങ്ങനെ ആകെ വിഷമത്തിലാവും. നമ്മൾ മുതലേ അങ്ങനെ വിശ്വസിക്കും. മുതൽ എന്ത് ചെയ്യും, വീണ്ടും നമ്മുടെ കുരങ്ങനെയും കൊണ്ട് മരത്തിലെടുത്തോട്ട് അത്തിപ്പഴം തന്നെഴുതുന്ന മരത്തിലെടുത്തോട്ട് പോകും. എന്തിനാണ്, ഹൃദയം മരത്തിലെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ കുരങ്ങൻ എന്ത് ചെയ്യും, ഓടി എന്ത് ചെയ്യും, രക്ഷപ്പെട്ട് മരത്തിന്റെ മുകളിൽ പോയിരിക്കും. അപ്പം കുരങ്ങൻ എന്ത് ചെയ്യും, വിചാരിക്കും തന്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ മുതലേ ഒരിക്കലും വിശ്വസിക്കരുത്, അവൻ എന്നെ ഒരു ദിവസം അപായപ്പെടുത്താൻ നോക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്തു. അതാണ് ആ ഒരു കഥ. അപ്പൊ ആ കഥ എന്ത് ചെയ്തു, നമ്മുടെ ഈ മുത്തശ്ശി കുഞ്ഞിനോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ കുഞ്ഞു പറയാണ്, ഇനി എനിക്ക് ആ കഥ കേൾക്കണം, എനിക്ക് പുതിയ കഥ കേട്ടാൽ മതി എന്ന് പറയും. അടുത്ത പേജ് എടുത്തേ. മുത്തശ്ശി നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, ഇനി കഥയൊന്നും ബാക്കിയില്ല. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇനി നമുക്ക് കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയാലോ? കൊച്ചുമോന് സംഗതി പിടികിട്ടിയില്ല. കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാലോ? എങ്ങോട്ട്? കഥയില്ലായ്മയിലേക്കോ? കൊച്ചുമോൻ ഒന്നും മനസ്സിലാക്കാതെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മുത്തശ്ശിയും അങ്ങനെ ദൂരേക്ക് നോക്കിയിരുന്നത് കണ്ടപ്പോൾ കൊച്ചുമോന് അതിശയം. മുത്തശ്ശി എന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ച് അവൻ മുത്തശ്ശിയെ ഉറുപ്പടക്കം പിടിച്ചു. മുത്തശ്ശിക്ക് അവന്റെ സ്വഭാവം അറിയാം, മഹാകുസൃതിയാണ്. അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല. അപ്പോ മുത്തശ്ശി എന്ത് ചെയ്തു, മുത്തശ്ശിക്ക് ഒരു കഥ അറിയാൻ വൈകി എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ചിരുന്നപ്പോ മുത്തശ്ശി പറയാണ്, നമുക്ക് എന്ത് ചെയ്യാം, കഥയുടെ വീട്ടിലോട്ട് പോകാം, അല്ലെ, ഇവിടെ നിന്ന് നമുക്ക് കഥയുടെ വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ കൊച്ചുമോനൊന്നും മനസ്സിലായില്ല. ആ കുട്ടി ചോദിക്കാം, കഥയുടെ വീട്ടിലോട്ടോ, എന്തിനാ പോന്നേ എന്ന് ചോദിക്കും. അപ്പൊ മുത്തശ്ശി പറയാണ്, നമുക്ക് കഥയുടെ വീട്ടിൽ പോയിട്ട് ആ വീട്ടിൽ നിന്നും കഥയെ പിടിച്ചോണ്ട് വരാം, അല്ലെ, പിടിച്ചോണ്ട് വന്നതിന് ഞാൻ കഥ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടിക്കൊന്നും മനസ്സിലാവില്ല, അവൻ കൊച്ചുകുട്ടിയാണ്, അപ്പൊ അവനൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവൻ നോക്കിയപ്പോ മുത്തശ്ശി ഇങ്ങനെ കുറെ ദൂരത്തോട്ട് ഇങ്ങനെ നോക്കി എന്തോ ആലോചിച്ച് ഇങ്ങനെ ഒന്നും ഇടാതെ കണ്ണൊന്നും ചുമ്മാതെ ഇങ്ങനെ നോക്കിയിരിക്കാം. അത് കണ്ടപ്പോൾ നമ്മുടെ ഈ കുട്ടിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പൊ എന്ത് ചെയ്തു, മുത്തശ്ശീനെ ഉറുപ്പടക്കം പിടിച്ചു, മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ചിട്ട് പറയാണ്, മുത്തശ്ശി എന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ, അല്ല മുത്തശ്ശി എന്താ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ദൂരത്തോട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കും, ഞാൻ പറയല്ലേ എനിക്കൊരു കഥ പറഞ്ഞു തരാൻ, അത് പറയാതെ മുത്തശ്ശി ദൂരോട്ട് നോക്കി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്നുള്ള രീതിയിൽ മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പൊ മുത്തശ്ശിക്ക് ഈ കുട്ടിയുടെ സ്വഭാവം അറിയാം, ഭയങ്കര കുസൃതിയും ഭയങ്കര വാശിക്കാരനുമാണ്, അല്ലേ, എന്തെങ്കിലും വേണമെന്നുണ്ട് ഉണ്ടെങ്കിൽ അത് കിട്ടാതെ ഒരു തരത്തിൽ അടങ്ങാത്ത വലിയ വാശിയുള്ള ഒരു കുസൃതി അടങ്ങിയ ഒരു കുട്ടിയാണ് ഈ കൊച്ചുമോൻ. അപ്പോൾ മുത്തശ്ശിക്ക് മറ്റൊരു വികൃതി കുട്ടിയുടെ കഥ ഓർമ്മ വന്നു. പെട്ടെന്ന് അപ്പോൾ മുത്തശ്ശിക്ക് ഒരു വികൃതി കുട്ടിയുടെ കഥ ഓർമ്മ വന്നു. ഒരിക്കൽ ഒരിടത്ത് ഒരു കുസൃതി കുട്ടി ഉണ്ടായിരുന്നു. മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. നിന്നെ പോലെ ഒരു കുസൃതി കുടുക്കം. അവൻ ചുണ്ടിയെടുത്ത് മുത്തശ്ശിയുടെ മടിയിലിരുന്ന് ചിണുങ്ങി. ഇത് കഥയല്ലേ എന്ന് ചോദിച്ച് മുത്തശ്ശി അവനെ മയക്കിയെടുത്തു. പിന്നെ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. അപ്പോൾ പെട്ടെന്ന് മുത്തശ്ശിക്ക് ഒരു കഥ ഓർമ്മ വന്ന് മുത്തശ്ശി പറയാണ്, പണ്ടൊരിടത്ത് എന്താണ്, ഒരു വലിയ കുസൃതിയുള്ള വലിയ കുരുത്തക്കേടൊക്കെ ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാം, നിന്നെ പോലെ, കൊച്ചുമോനോട് പറയാം, നിന്നെ പോലെ ഒരു കുസൃതിയുള്ള ഒരു കുട്ടി പണ്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ അവനെ കുസൃതി അല്ലെങ്കിൽ കുരുത്തക്കേടുള്ള കുട്ടിയെന്ന് വിളിച്ചപ്പോൾ നമ്മുടെ ഈ കൊച്ചിന്റെ ചെയ്തു, കിണുങ്ങിക്കൊണ്ട് എന്ത് ചെയ്തു, മുത്തശ്ശിയുടെ അടുത്തോട്ടുണ്ട്.
അയ്യേ നിന്നെ അല്ലല്ലോ പറഞ്ഞത്, ഞാൻ കഥയിലുള്ള കുട്ടിയുടെ കാര്യമല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ആ കുസൃതിക്കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ല. അവൻ ആരെയും സ്നേഹിക്കുകയില്ല. സ്നേഹം എന്താണെന്ന് അവൻ അറിയില്ല. അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോടും അവൻ ഇഷ്ടക്കേടോടെ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയും. ഒരാളിങ്ങനെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയാലോ? അവന്റെ ആ പ്രകൃതം മാറ്റിയെടുക്കാൻ എന്താണ് പോംവഴി എന്ന് എത്ര ആലോചിച്ചിട്ടും അവന്റെ അച്ഛനമ്മമാർക്ക് പിടികിട്ടിയില്ല. ചെറുക്കൻ അടിയുടെ കുറവാണെന്ന് അയൽക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന്റെ അച്ഛൻ അവനെ പൊതിരെ തട്ടി. പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിരുന്നു അന്നേരത്തെ അവസ്ഥ. കൊച്ചുമോൻ കേൾക്കുന്നുണ്ടോ? ഊവെന്ന് കൊച്ചുമോൻ തലയനക്കി. അപ്പോ മുത്തശ്ശി പറയാണ്, ആ കുസൃതി കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ലേ? ആ കഥയിൽ ആ കുസൃതി കുട്ടി ഉണ്ടല്ലോ, ആ കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ല. അവൻ ആരെയും സ്നേഹിക്കില്ല. കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ല. അവൻ അങ്ങോട്ട് ആരെയും സ്നേഹിക്കത്തുമില്ല. സ്നേഹം എന്താണെന്ന് അവൻ അറിഞ്ഞൂടാ. എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ അവൻ പറയും, അവൻ അറിഞ്ഞൂടാ എന്നേ പറയുള്ളൂ. അങ്ങോട്ട് സ്നേഹം കാണിക്കുന്നവരോടും അവൻ ഇഷ്ടക്കേടോടെ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയണേ. തിരിച്ച് കുഞ്ഞിനോട് ഭയങ്കര രീതിയിൽ ഇഷ്ടം കാണിക്കുന്ന ആരാണെങ്കിലും അവരോട് പോലും ഈ കുട്ടി എന്ത് ചെയ്യും? ഞാൻ നിന്നെ വെറുക്കുന്നു, എനിക്ക് നിന്നെ ഇഷ്ടമല്ലെന്നേ പറയുള്ളൂ. ഒരാളിങ്ങനെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയാലോ അവന്റെ ആ പ്രകൃതം മാറ്റിയെടുക്കാൻ എന്താണ് പോംവഴി എന്ന് എത്ര ആലോചിച്ചിട്ടും അവന്റെ അച്ഛനമ്മമാർക്ക് പിടികിട്ടിയില്ല. അപ്പൊ അവന്റെ ആ ഒരു സ്വഭാവം മാറ്റിയെടുത്ത് നല്ലൊരു കുട്ടിയാക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന് അവന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയാൻ വയ്യ. എന്തൊക്കെ ചെയ്തു വന്നിട്ട് ഒന്നും ഒരു മാറ്റവും ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ലായിരുന്നു. ചെറുക്കൻ അടിയുടെ കുറവാണെന്ന് അയൽക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന്റെ അച്ഛൻ അവനെ പൊതിരെ തള്ളി. അപ്പൊ അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളൊക്കെ ഇവര് കുരുത്തക്കെ എന്നിട്ട് പറയും, ചെറുക്കന് നല്ല അടി കൊടുക്കണം, എന്നാലും അവൻ നേരെ അവത്തോടെന്ന് എല്ലാവരും പറയാൻ തുടങ്ങി. അത് കേട്ടിട്ട് അച്ഛൻ എന്ത് ചെയ്തു? അവന്റെ അച്ഛൻ അവനെ ഒരുപാട് തല്ലി. പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിരുന്നു അന്നേരത്തെ അവസ്ഥ. കൊച്ചുമോൻ കേൾക്കുന്നുണ്ടോ? എന്ന് കൊച്ചുമോൻ തലയനക്കലേ. അപ്പോ അച്ഛൻ ഇത്രയും അടിച്ചിട്ടും ഫലം അല്ലെ, അവസാനവും എന്താണ്? അവൻ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയാണ് അവൻ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് ചോദിച്ച് മുത്തശ്ശി തന്റെ കൊച്ചുമോനോട് ചോദിച്ചു, മോൻ്റെ കഥയെല്ലാം കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ കൊച്ചുമോൻ എന്ത് ചെയ്തു? കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞ് തലയനക്കി. നീ എന്ത് ചെയ്യും ഈ ചെറുക്കനെ? പിന്നെ അതായി എല്ലാവരുടെയും ആലോചന. ഒരു വൈകുന്നേരം ആ ചെറുക്കന്റെ അപ്പൂപ്പൻ അവനെ ഒരു കുന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആകാശത്ത് തല ഉയർത്തി നിൽക്കുന്ന ഒരു കുന്ന്. നോക്കി, എന്തു ഭംഗിയാ അതിനെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ അവൻ കുന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു അല്ലെ. അപ്പം ഇനി എന്റെ ഈ കുഞ്ഞിനെ എങ്ങനെയാ ഒരു നല്ലൊരു കുട്ടിയാക്കുക? അറിയാതെ പഠിപ്പിക്കുക, എല്ലാവരെയും സ്നേഹിക്കുന്ന, അവൻ എല്ലാവരെയും സ്നേഹിക്കുന്ന അങ്ങനെ ഒരു രീതിയിൽ ഈ കുട്ടി എങ്ങനെയാക്കി മാറ്റും എന്നിങ്ങനെ എല്ലാവരും ആലോചിച്ചുകൊണ്ടിരുന്ന ഒരു സമയത്ത് അവന്റെ അപ്പൂപ്പൻ എന്ത് ചെയ്യും? അവന്റെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ട് ഒരു കുന്നിന്റെ അടുത്തോട്ട് പോകും അല്ലെ, വലിയൊരു കുന്ന് മല അല്ലെ, മലയുടെ അടുത്തോട്ട് പോകും. അങ്ങനെ അവിടെ കൊണ്ടുപോയി അപ്പൂപ്പൻ എന്ത് ചെയ്യും? ആ കുന്നിനെ കാണിച്ചു കൊടുക്കും. അപ്പൊ ആ കുന്ന് എന്താണ്? ഇങ്ങനെ വലിയ രീതിയിൽ വലിയൊരു കുന്നാണ്, വലിയൊരു മല. അത് തല ഉയർത്തി ഇങ്ങനെ ആകാശത്തിന് ഇങ്ങനെ നമുക്ക് തോന്നും ആകാശവുമായിട്ട് ഇങ്ങനെ മുട്ടി നിൽക്കുന്ന രീതിയിൽ അത്രയും ഉയരത്തിലൊരു വലിയൊരു കുന്ന്. അപ്പൊ ആ കുന്ന് കണ്ടപ്പോ അപ്പൂപ്പൻ ആ കുഞ്ഞിനോട് പറയാ, നോക്കി ആ കുന്നിനെ കാണാൻ എന്ത് ഭംഗിയാന്ന് നോക്കിയെന്ന് പറയും. അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടില്ലേ. അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവനൊരു സംശയവുമില്ല, കുന്ന് കാണാൻ വളരെ ഭംഗിയാണെന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു? അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ തലയാട്ടി കാണിച്ചു, ആ നല്ല ഭംഗിയുണ്ടെന്ന് സമ്മതിച്ചു. പിന്നെ അവൻ കുന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു. എന്നിട്ട് ഒരു കാര്യമില്ലാതെ കുന്നിനോട് പറയാ, അതിന് തല ഉയർത്തി ആകാശത്തെ തട്ടി നിൽക്കുകയാണെങ്കിൽ ശരി, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, ഞാൻ നിന്നെ വെറുക്കാന്ന് കുന്നിനോട് ആ കുട്ടി അങ്ങ് പറയും. കുന്നിന്റെ ചരിവുകളിൽ തട്ടി അവന്റെ ശബ്ദം അവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ നിന്നെ വെറുക്കുന്നു അല്ലെ. കുന്നിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഉയരമുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വലിയ രീതിയിൽ പറയുകയാണെങ്കിൽ അതിന് എപ്പോഴും ഒരു എക്കോ ഉണ്ടാക്കും. അത് പ്രതിധ്വനി അല്ലെ. നമ്മൾ പറയുന്ന കാര്യം തിരിച്ച് നമ്മൾക്ക് വീണ്ടും കേൾക്കാവുന്ന രീതിയിൽ എക്കോ, ഒരു സൗണ്ട് ഉണ്ടാക്കും അല്ലെ. അതായത് വായു നിറഞ്ഞ് നിൽക്കുകയാണ്, ആ വായുവിൽ പോയി തട്ടി നമ്മൾ പറയുന്ന കാര്യം നമ്മൾക്ക് തിരിച്ച് വീണ്ടും കേൾക്കാവുന്ന രീതിയിലാണ്. അപ്പൊ ഈ കുന്നിന്റെ മുകളിൽ നിന്നിട്ട് വലിയൊരു പൊക്കത്തിലുള്ള കുന്നാണ്, വേറെ ആരും ഒന്നുമില്ല അല്ലെ. അപ്പം ഈ കുട്ടി അവർക്ക് പറയാം കുഞ്ഞിനോട്, ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോ ആ കുട്ടി പറഞ്ഞ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞത് വീണ്ടും ആ കുട്ടി തന്നെ തിരിച്ച് എന്ത് ചെയ്തു? ഞാൻ നിന്നെ വെറുക്കുന്നു എന്നുള്ള രീതിയിൽ തിരിച്ച് കേട്ടു. പെട്ടെന്ന് എന്റെ മുഖം കറുത്തു. കുന്നു പറയുന്നു നിന്നെ വെറുക്കുന്നു എന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അത് സാരമാക്കേണ്ട എന്റെ കുഞ്ഞുമോൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്കിക്കേ. അപ്പൊ കുട്ടി പറയാ, അപ്പൂപ്പ ഞാൻ കുന്നിനെ ഞാൻ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോ കുന്ന് തിരിച്ച് എന്നോട് പറയാ, കുന്നു എന്ത് ചെയ്യുന്നു? എന്നെ വെറുക്കുന്നു എന്ന് പറയുന്നു അല്ലെ. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു, അത് സാരമില്ല,
മോൻ എന്താ സാറ് വാക്കേണ്ട, മോൻ തിരിച്ചിനി അങ്ങോട്ട് പറഞ്ഞേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കുഞ്ഞിനോട് പറയാൻ പറഞ്ഞു. അപ്പം ഈ കുട്ടി എന്ത് ചെയ്യും? അതുപോലെ പറയും അല്ലേ. അപ്പം നോക്കിയേ, മനസ്സില്ലാ മനസ്സോടെ അവൻ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവനോട് കുഞ്ഞു പറയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അല്ലേ. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ അവൻ പറയാനായിട്ട് താല്പര്യമില്ലല്ലേ. അപ്പൊ അവൻ ഇത്രയും നാളും എല്ലാവരോടും ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയുമ്പോൾ തിരിച്ച് അവരൊന്നും പറയുന്നില്ല, അത് കേട്ടോണ്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ. ഈ കുഞ്ഞിനോട് മാത്രം അവൻ അങ്ങോട്ട് ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞ് എക്കോ അല്ലെ, കുഞ്ഞ് പറയാണോ ശരിക്കും? അല്ല, എക്കോ സൗണ്ട് ആണല്ലേ, പ്രതിധ്വനിയാണല്ലേ. അവൻ പറയുന്ന കാര്യം വായുവിൽ പോയി തട്ടി തിരിച്ച് വീണ്ടും അവൻ തന്നെ കേൾക്കുകയാണ് അല്ലേ. അപ്പോ കുഞ്ഞ് പറയുന്നതായിട്ടാണ് പക്ഷേ ഈ കുട്ടിക്ക് തോന്നുന്നത്. കുഞ്ഞ് തിരിച്ചു പറഞ്ഞു ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ അവനങ്ങ് സങ്കടമായി പോയി അല്ലേ. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു മോൻ സാര വാക്കണ്ട, മോൻ വിഷമിക്കണ്ട, മോൻ കുഞ്ഞിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അവനത് ഒട്ടും പറയാൻ താല്പര്യമില്ല. എന്നാലും മനസ്സില്ല മനസ്സോടെ വേണം വേണ്ടാന്ന് വെച്ചിട്ട് പറയാണ് കുഞ്ഞിനോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും അവൻ പറഞ്ഞ സൗണ്ട് വായുവിൽ പോയി തട്ടി വീണ്ടും പ്രതിധ്വനിച്ച് അവൻ തന്നെ കേൾക്കുവാണെന്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് കേട്ടു. അപ്പം കുട്ടിയുടെ വിചാരം ഇത് ആര് പറയുകയാണ്? കുഞ്ഞ് പറയുകയാണ് കുട്ടിയോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നവൻ വിചാരിച്ചു. പെട്ടെന്ന് അവന്റെ മുഖം തെളിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ഉറക്കെ ഉറക്കെ വീണ്ടും വീണ്ടും കുഞ്ഞിനോട് പറഞ്ഞു. അവൻ പറഞ്ഞതിന് എന്തൊക്കെയും കുഞ്ഞും തിരികെ പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോ തിരിച്ചു കുഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞെന്ന് കേട്ടപ്പോൾ നമ്മുടെ കുട്ടിക്ക് മുഖത്തൊക്കെ വലിയ സന്തോഷം, അവന് ഭയങ്കര സന്തോഷം തോന്നി, ചിരിച്ചു. ഉടനെ കുട്ടി എന്ത് ചെയ്തു? വീണ്ടും 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 കുഞ്ഞിനോട് പറയാൻ തുടങ്ങി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും വീണ്ടും കുഞ്ഞിനോട് പറയാൻ തുടങ്ങി. അപ്പോൾ അവൻ അത് എത്ര വട്ടം പറയുന്നു അതനുസരിച്ച് വീണ്ടും തിരിച്ച് പ്രതിധ്വനിയായിട്ട് അവൻ വീണ്ടും കേൾക്കുന്നു എന്ത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു വീണ്ടും വീണ്ടും അവൻ കേൾക്കാൻ തുടങ്ങി. അപ്പോഴെല്ലാം ആ കുഞ്ഞിന്റെ വിചാരം എന്താണ്? ആ കുഞ്ഞ് അവനോട് തിരിച്ച് പറയുന്നു എന്നാണ് ആ കുഞ്ഞിന്റെ വിശ്വാസം. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു അങ്ങനെയാണ് കുഞ്ഞെ സംഗതികളുടെ കിടപ്പ്. അങ്ങോട്ട് സ്നേഹിച്ചാൽ കുഞ്ഞു പോലും ഇങ്ങോട്ടും സ്നേഹിക്കും, പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? അപ്പൊ അപ്പൂപ്പൻ പറയാണ് മോനെ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ്, അങ്ങനെയാണ് കാര്യം. നമ്മൾ ഒരാളെ അങ്ങോട്ട് എത്രത്തോളം സ്നേഹിക്കുന്നു, നല്ല രീതിയിൽ മനസ്സിൽ കുശുമ്പൊന്നും വെക്കാതെ മനസ്സിൽ വേറെ ചീത്ത കാര്യങ്ങളൊന്നും വിചാരിക്കും, നമ്മൾ എത്രത്തോളം ഒരാളെ നന്നായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നോ അതനുസരിച്ച് നമ്മളെ ഇങ്ങോട്ട് എല്ലാവരും സ്നേഹിക്കും. മോൻ കുഞ്ഞിനെ സ്നേഹിച്ചപ്പോൾ കുഞ്ഞ് തിരിച്ച് മോനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നാണോ വെറും ഒരു മനുഷ്യൻ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ആരെയും എത്ര നന്നായിട്ട് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു അതനുസരിച്ച് നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് അവരെന്ത് ചെയ്യും? സ്നേഹവും ഒക്കെ നമുക്ക് ഇങ്ങോട്ടും വരും. അന്ന് മുതൽ ആ കുട്ടി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. അവൻ കൊടുത്ത സ്നേഹത്തിന് ഇരട്ടിയായി അവന് സ്നേഹം തിരിച്ചു കിട്ടി. മുത്തശ്ശിയുടെ കഴുത്തിൽ തൂങ്ങി കൊച്ചുമോൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്തിനാണ് മുത്തശ്ശി ഈ കഥ പറഞ്ഞിരുന്നത്. മുത്തശ്ശി മുഖം കുറിച്ച് അവനെ ചുംബിച്ചു അല്ലെ. അപ്പൊ ആ കുട്ടി പറയാണ് എനിക്ക് മനസ്സിലായി അപ്പൂപ്പ, ഞാൻ ഇനി എല്ലാവരെയും എന്ത് ചെയ്യും? മനസ്സറിഞ്ഞ് നല്ല രീതിയിൽ സ്നേഹിക്കും. അങ്ങനെ ആ കുട്ടി അന്ന് മുതൽ എല്ലാവരോടും എന്താണ് അതുവരെ അവന് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ലാന്ന് പറഞ്ഞാൽ മാറ്റി അവൻ എന്ത് ചെയ്തു? എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴേക്കും തിരിച്ച് അവനെ എന്ത് ചെയ്തു? എല്ലാവരും ഒരുപാട് നല്ല വലിയ രീതിയിൽ എന്ത് ചെയ്തു? തിരിച്ച് അവനെയും സ്നേഹിക്കാൻ തുടങ്ങി. ഇങ്ങനെ കഥ പറഞ്ഞ് അങ്ങോട്ട് മാറിയപ്പോൾ നമ്മുടെ കഥയിലെ കൊച്ചുമോൻ എന്ത് ചെയ്തു? പറയാണ് എനിക്ക് മനസ്സിലായി മുത്തശ്ശി എന്താണ് ഈ കഥ പറയാൻ കാരണമെന്ന്. മുത്തശ്ശി അപ്പൊ കുളിനിന്നിട്ട് അവന്റെ മുഖത്ത് എന്ത് ചെയ്തു? ചുംബിച്ചു, ഉമ്മ കൊടുത്തു അല്ലെ. അപ്പൊ എന്താ ഈ കുട്ടിക്ക് എന്താണ് ഭയങ്കര കുസൃതിയാണ്, പറഞ്ഞാൽ ആരും പറഞ്ഞാലും കേൾക്കത്തില്ല, ഭയങ്കര വാശിയാണ് അല്ലെ. അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് മുത്തശ്ശി ഈ കഥ എന്ത് ചെയ്തത്? ആ കൊച്ചുമോനോട് പറഞ്ഞത്. അവൻ ആ കഥ കേട്ടിട്ട് എന്ത് ചെയ്യും? അവന്റെ ഒരു മനസ്സിലൊരു മാറ്റം അല്ലെ. ഞാൻ എന്റെ കുസൃതിയൊക്കെ മാറ്റണം, ഞാനിനി ദേഷ്യപ്പെടുകയോ വാശി പിടിക്കുകയോ ഒന്നും ചെയ്യരുത്, എല്ലാവരും സ്നേഹിക്കണം എന്നുള്ളൊരു വിചാരം ആ കുഞ്ഞിന് മുത്തശ്ശി പറഞ്ഞ കഥയിലൂടെ അവന് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മള് എല്ലാവരെയും എത്രത്തോളം നല്ല രീതിയിൽ സ്നേഹിക്കുകയും എത്രത്തോളം നല്ല രീതിയിൽ അവരോട് പെരുമാറുകയും ചെയ്യുന്നു അതനുസരിച്ച് മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടും തിരിച്ച് എന്ത് ചെയ്യും? സ്നേഹവും നല്ല രീതിയിലുള്ള ഒരു പരിപാലനം അല്ലെങ്കിൽ അവർ നമ്മളെ ആ ഒരു രീതിയിലായിരിക്കും നോക്കിക്കാണുന്നത് അല്ലേ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ ഒന്നും പോകരുതല്ലേ. നമ്മൾ അവർക്ക് സഹായങ്ങൾ മാത്രം ചെയ്യുക, അല്ലാതെ വാശി പിടിക്കുകയും ദേഷ്യം പിടിക്കുകയും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞ് കിടന്ന് കരഞ്ഞ് വാശി പിടിച്ച് ഒന്നും നിൽക്കാതെ നമുക്ക് എന്താണോ ഇങ്ങോട്ട് നമുക്ക് നമ്മൾ വാശി പിടിച്ച് കരയാൻ അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് പറയാൻ നമുക്ക് എന്തൊക്കെയാണോ ഇങ്ങോട്ട് കിട്ടുന്നത് അതിൽ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും തൃപ്തിപ്പെടുക. ഓക്കെ, അപ്പൊ നല്ലൊരു കഥ, ഒരു ഗുണപാഠ കഥയാണ്, ഒരു മോറൽ സ്റ്റോറിയാണ് അല്ലേ, ഒരു ഗുണപാഠ കഥയാണ് അല്ലേ. അപ്പൊ ആദ്യം തൊട്ട് ഒന്നുകൂടെ വായിക്കാം, കേട്ടിരുന്നാൽ മതി. കൂടുതൽ ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് വിവരിച്ച് തരേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. നോക്കിയേ,
എന്റെ പൊന്നു മുത്തശ്ശിയല്ലേ ഒരു കഥ പറഞ്ഞേ എന്ന് കൊഞ്ചിക്കൊണ്ട് കൊച്ചുമോൻ മടിയിൽ കയറിയിരുന്നപ്പോൾ മുത്തശ്ശി വിഷമത്തിലായി. എന്നും ഓരോ കഥ പറയാൻ അത്രയധികം കഥകളുണ്ടോ മുത്തശ്ശിയുടെ മനസ്സിൽ? ഓർമ്മയുള്ള കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ എവിടെ പോകാനാണ് കഥയ്ക്ക്? എല്ലാ കഥയും പറഞ്ഞു കഴിഞ്ഞല്ലോ എന്റെ ദേവരെ എന്ന് വിചാരിച്ചുകൊണ്ട് മുത്തശ്ശി മുമ്പെന്നോ പറഞ്ഞ ഒരു കഥ ഓർത്ത് പറയാൻ തുടങ്ങി. ആറ്റിന്റെ അക്കരെ ആ മരത്തിൽ വെച്ചിരുന്ന എന്റെ ഹൃദയം എടുക്കാൻ ഞാൻ മറന്നുപോയെന്ന് പറഞ്ഞ് മുതലയെ പറ്റിക്കാൻ നോക്കിയ സൂത്രക്കാരൻ കുരങ്ങന്റെ കഥ പറഞ്ഞു. മുത്തശ്ശിയും കൊച്ചുമോനും കഥയിലെ നിറഞ്ഞൊഴുകുന്ന പുഴയുടെ മധ്യത്തിലെത്തിയപ്പോൾ കൊച്ചുമോൻ മുത്തശ്ശിയുടെ കഴുത്തിൽ കൈകോർത്ത് ഒച്ചവെച്ചു. ഇത് എത്ര വട്ടം പറഞ്ഞതാ മുത്തശ്ശി? ഒരു പുതിയ കഥ പറയുന്നേ. മുത്തശ്ശി നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല. ഇനി കഥയൊന്നും ബാക്കിയില്ല. അപ്പോൾ മുത്തശ്ശി ചോദിച്ചു, ഇനി നമുക്ക് കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയാലോ? കൊച്ചുമോന് സംഗതി പിടികിട്ടിയില്ല. കഥയുടെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനോ? എങ്ങോട്ട്? കഥയില്ലായ്മയിലേക്ക്. കൊച്ചുമോൻ ഒന്നും മനസ്സിലാക്കാതെ മുത്തശ്ശിയുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. മുത്തശ്ശി അങ്ങ് ദൂരേക്ക് നോക്കിയിരുന്നത് കണ്ടപ്പോൾ കൊച്ചുമോൻ അരിശമോ. മുത്തശ്ശി എന്താ സ്വപ്നം കണ്ടിരിക്കുവാണോ എന്ന് ചോദിച്ച് അവൻ മുത്തശ്ശിയെ ഒരു പടക്കം പിടിച്ചു. മുത്തശ്ശിക്ക് അവന്റെ സ്വഭാവം അറിയാം. മഹാകുസൃതിയാണ്. അമ്പിളിയമ്മാവനെ പിടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് കിട്ടാതെ അവൻ സമ്മതിക്കില്ല. അപ്പോൾ മുത്തശ്ശിക്ക് മറ്റൊരു വികൃതി കുട്ടിയുടെ കഥ ഓർമ്മ വന്നു. ഒരിക്കൽ ഒരിടത്തൊരു കുസൃതി കുട്ടി ഉണ്ടായിരുന്നു. മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. നിന്നെ പോലൊരു കുസൃതി കുടുക്കം. അവന് ചുണ്ടിയെടുത്ത് മുത്തശ്ശിയുടെ മടിയിലെടുത്ത് ചുരുങ്ങി. ഇത് കഥയല്ലേ എന്ന് ചോദിച്ച് മുത്തശ്ശി അവനെ മയക്കിയെടുത്തു. പിന്നെ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. ആ കുസൃതി കുട്ടിക്ക് ആരെയും ഇഷ്ടമല്ല. അവൻ ആരെയും സ്നേഹിക്കുകയില്ല. സ്നേഹം എന്താണെന്ന് അവന് അറിയില്ല. അങ്ങോട്ടും സ്നേഹം കാണിക്കുന്നവരോടും അവൻ ഇഷ്ടക്കേടോടെ ഞാൻ നിന്നെ വെറുക്കുന്നു എന്ന് പറയും. ഒരാൾ ഇങ്ങനെ എല്ലാവരെയും വെറുക്കാൻ തുടങ്ങിയാലോ? അവന്റെ ആ പ്രകൃതം മാറ്റിയെടുക്കുവാൻ എന്താണ് പോംവഴിയെന്ന് എത്ര ആലോചിച്ചിട്ടും അവന്റെ അച്ഛനമ്മമാർക്ക് പിടികിട്ടിയില്ല. ചെറുക്കൻ അടിയുടെ കുറവാണെന്ന് അയൽക്കാർ കുറ്റപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവന്റെ അച്ഛൻ അവനെ പൊതിരി തള്ളി. പ്രതീക്ഷിച്ചതിന് നേരെ വിപരീതമായിരുന്നു അന്നേരത്തെ അവസ്ഥ. കൊച്ചുമോൻ കേൾക്കുന്നുണ്ടോ? ഉവെന്ന് കൊച്ചുമോൻ തലയനക്കി. ഇനി എന്ത് ചെയ്യും ഈ ചെറുക്കനെ? പിന്നെ അതായി എല്ലാവരുടെയും ആലോചന. ഒരു വൈകുന്നേരം ആ ചെറുക്കന്റെ അപ്പൂപ്പൻ അവനെ ഒരു കുന്നിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ആകാശത്തിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു കുന്ന്. നോക്കിയേ, എന്ത് ഭംഗിയാ അതിനെന്ന് അപ്പൂപ്പൻ പറഞ്ഞപ്പോൾ അവൻ നിഷേധാർത്ഥത്തിൽ തലയാട്ടി. പിന്നെ അവൻ കുന്നിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വെറുക്കുന്നു. കുന്നിന്റെ ചരിവുകളിൽ തട്ടി അവന്റെ ശബ്ദം അവന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഞാൻ നിന്നെ വെറുക്കുന്നു. പെട്ടെന്ന് അവന്റെ മുഖം കറുത്തു. കുന്നും പറയുന്നു നിന്നെ വെറുക്കുന്നു എന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അത് സാരമാക്കേണ്ട എന്റെ കുഞ്ഞുമോൻ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നോക്ക്. മനസ്സെല്ലാ മനസ്സോടെ അവൻ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ അവനോട് കുന്നു പറയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. പെട്ടെന്ന് അവന്റെ മുഖം തെളിഞ്ഞു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അവൻ ഉറക്കെ വീണ്ടും വീണ്ടും കുന്നിനോട് പറഞ്ഞു. അവൻ പറഞ്ഞതിന് എന്തൊക്കെയും കുന്നിൽ തിരികെ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന്. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, അങ്ങനെയാണ് കുന്നി സംഗതികളുടെ കിടപ്പ്. അങ്ങോട്ട് സ്നേഹിച്ചാൽ കുന്നുപോലും ഇങ്ങോട്ടും സ്നേഹിക്കും. പിന്നെ മനുഷ്യരുടെ കാര്യം പറയണോ? അന്നു മുതൽ ആ കുട്ടി എല്ലാവരെയും സ്നേഹിക്കാൻ തുടങ്ങി. അവൻ കൊടുത്ത സ്നേഹത്തിന് ഇരട്ടിയായി അവന് സ്നേഹം തിരിച്ചു കിട്ടി. മുത്തശ്ശിയുടെ കഴുത്തിൽ തൂങ്ങി കൊച്ചുമോൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായി എന്തിനാണ് മുത്തശ്ശി ഈ കഥ പറഞ്ഞതെന്ന്. മുത്തശ്ശിയുടെ മുഖം കുനിച്ച് അവനെ ചുംബിച്ചു. ഇത് പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു കഥയാണ്. 18 കുട്ടിക്കഥകൾ എന്നുള്ളതിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കുറച്ച് ഭാഗമാണ് നമ്മളുടെ ഈ ഒരു സ്നേഹം ഒരു കുന്നോളം എന്നുള്ള ഈ ഒരു നമ്മളുടെ മലയാളത്തിന്റെ ഒരു പാഠം. എഴുതിയത് പെരുമ്പടവം ശ്രീധരൻ. ഓക്കെ, അപ്പം തൽക്കാലം നമുക്ക് ഇത്രയും പഠിക്കാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത്രയും പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. വളരെ എളുപ്പമാണ്. വളരെ എളുപ്പമെന്ന് വെച്ചാൽ ഒന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാവുന്ന ഒരു പാഠവേള്. കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ല. അപ്പം നന്നായിട്ട് ടെക്സ്റ്റ് ബുക്ക് ഒരു 2-3 വട്ടം റിപ്പീറ്റ് ചെയ്ത് വായിക്കുക. നല്ല കഥയല്ലേ, നിങ്ങൾക്ക് വായിക്കാൻ നല്ലതായിട്ടും ഇഷ്ടം തോന്നുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുക. ഓക്കെ, താങ്ക് യു.